Good morning everyone. Welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian and welcome to the Hindu Editorial Analysis of 22nd February 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും ഇംഗ്ലീഷ് വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സോറി ഇച്ചിരി താമസിച്ചു. ഇന്ന് കുറച്ചധികം വൊക്കാബ് ഉണ്ടായിരുന്നു, അപ്പോൾ സമയം ഒരുപാട് എടുത്തു ഇന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സമയം ഇനി താമസിപ്പിക്കുന്നില്ല. ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വൊക്കാബ്സിലോട്ട് പോകുന്നു. ഇഡിയംസ് ആൻഡ് എക്സ്പ്രഷൻസ്, ഫ്രേസൽ വേർബ്സ് ആദ്യം, എന്നിട്ട് സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, ദെൻ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ഓഫ് ദി ആർട്ടിക്കിൾ ഓഫ് ദി ഡേ. അവിടുത്തെ ടോൺ ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. അതിനുശേഷം വാട്ട് ദ റിക്വസ്റ്റ്, നമ്മുടെ ഹോംവർക്ക് ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. എല്ലാ എക്സാംസിനും ഇത് ഹെൽപ്ഫുള്ളായ ഒരു സെഷനാണ്. ബാങ്കിങ് എക്സാം ആയിക്കോട്ടെ, UPSC എക്സാംസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ SSC എക്സാംസ് ആയിക്കോട്ടെ, ESIC എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരള PSC എക്സാംസ് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാംസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ റീഡിംഗ് സ്കിൽസ് കൂട്ടാൻ നിങ്ങൾക്ക് കോംപ്രിഹെൻഷൻ സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടാൻ പറ്റും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ നമുക്ക് 22% ഡിസ്കൗണ്ട് ഉണ്ട്. ഫ്ലാറ്റ് 22% ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ ടെസ്റ്റ് സീരീസിനും, ബുക്സിനും, ബുക്സിനും. ഇപ്പോൾ കേട്ടോ, എല്ലാ ടെസ്റ്റ് സീരീസിനും, ബുക്സിനും നിങ്ങൾക്ക് 22% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഓഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസോ ബുക്സോ ബുക്സോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് എടുക്കാം. Y314 ആണ് എൻ്റെ കോഡ് കേട്ടോ. Y314 ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കയറി നമ്മുടെ ടെസ്റ്റ് സീരീസോ ബുക്സോ ബുക്സോ കോഴ്സോ പർച്ചേസ് ചെയ്യാം. നമ്മുടെ മാർച്ച് 1 നമുക്ക് ഡിഗ്രി ലെവലിൻ്റെ പുതിയ ബാച്ച് വരുന്നുണ്ട്. നമ്മളതൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിരുന്നു നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഒക്കെ ഒരു തിരക്ക് കാരണം. അപ്പോൾ നമ്മുടെ ഒരു കംപ്ലീറ്റ് ഒരു ബാച്ചാണ്, 6 മാസത്തെ ബാച്ചാണ്, ലോങ് ബാച്ചാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓഗസ്റ്റോടെ ജൂലൈയോടെ നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൂടാതെ 23 നാളെ നമ്മുടെ SSCയുടെ ബാച്ച് CGL CHSL ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. 3 ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. 2 മാസത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ കേറ്ററ്റിൻ്റെ കാറ്റഗറി 2 ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 24 അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ടീച്ചേഴ്സ് വരും കേട്ടോ. അതുപോലെ തന്നെ ESICയുടെ കോഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാം ടെൻറ്റേറ്റീവ് ഡേറ്റ് 19 എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം മാർച്ചിൽ. അപ്പോൾ ഇനി സമയം കുറച്ചേ ഉള്ളൂ. പഠിക്കാൻ 1 മാസം കൂടെ നമ്മുടെ മുമ്പിൽ ഏകദേശം ഉള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇനിയും താമസിക്കുന്നവർ മടിച്ചിരിക്കരുത്. നമുക്ക് പഠിക്കണം, മുന്നോട്ട് പോകണം. സോ ജോയിൻ അസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് വറിങ് അബൌട്ട് തിങ്സ് യു കാൺ കൺട്രോൾ. നമ്മളിപ്പോൾ എക്സാമിൻ്റെ ചൂടിലോട്ട് വന്നപ്പോഴേക്കും പല ആൾക്കാരും പറയുന്നുണ്ട്, അയ്യോ ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അയ്യോ എക്സാം ഒക്കെ അടുത്തു, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നൊരു ടെൻഷനിലൊക്കെ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്റ്റോപ്പ് വറിങ് അബൌട്ട് തിങ്സ് യു ക്യാൻ കൺട്രോൾ. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തെപ്പറ്റി നിങ്ങൾ വെറുതെ ബേജാറായിട്ട് കാര്യമുണ്ടോ? അതിനെപ്പറ്റി ഒന്നും വറിയിടാവേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിനെ അങ്ങ് വിട്ടുകളയുക. അതായത് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുക. സോ വരുന്നത് പോലെ നമുക്ക് കാണാം. സോ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. നോട്ട് ടു വറി ചെയ്യേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ വറി ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കേട്ടോ. അതാണ് വേറൊരു കാര്യം. പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല നമ്മൾ വറി ചെയ്തിട്ട്. അതുകൊണ്ട് അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ പ്രിപ്പയർ ചെയ്ത് അങ്ങ് പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾസ്. അപ്പോൾ ഇന്ന് നമുക്ക് 2 ആർട്ടിക്കിൾസ് ആണുള്ളത്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ഷനെ പറ്റിയാണ്. ഒന്ന് പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്, ഇലക്ഷനെ പറ്റി, ഇലക്ഷൻ്റെ ഇന്ത്യൻ രീതിയിൽ നമ്മൾ ഇന്ത്യൻ ആർട്ടിക്കിളിനെ പറ്റി ഒന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കുള്ള ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ വായിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ കേട്ടോ. മറ്റേതൊന്ന് സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ ട്വിൻ സീരീസ് വെസ്റ്റ് ഇൻഡീസിനെതിരെ വിൻ ചെയ്ത കാര്യത്തെപ്പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് വൺ. അപ്പോൾ അതിനെപ്പറ്റി ഒരെണ്ണമുണ്ട്. പക്ഷെ നമ്മൾ വായിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ പൊളിറ്റിക്കൽ സിനേരിയയിലുള്ള ഇന്ത്യൻ റിലേറ്റഡ് ആയ ആർട്ടിക്കിളാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വെച്ചിട്ട് ആദ്യം തന്നെ. അപ്പോൾ എനിത്തിങ് ടു ഗോ ബൈ ആദ്യത്തെ ഇഡിയമാണ് കേട്ടോ. എനിത്തിങ് ടു ഗോ ബൈ. ഗോ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു കോൾ, ഒരു പേര് വിളിക്കുക അല്ലേ. ഐ ഗോ ബൈ ഇന്നത് അല്ലേ. എല്ലാവരും എന്നെ വിളിക്കുന്നത് അല്ലേ വിമൽ കുമാർ എന്നാണ്. ഐ ഗോ ബൈ വിമൽ കുമാർ, എൻ്റെ പേര് വിമൽ കുമാർ എന്നാണ്. എന്നെ ഇങ്ങനെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഐ എം കോൾഡ് ബൈ, ഇങ്ങനെയാണ് എന്നെ ആൾക്കാർ വിളിക്കുന്നത്. അങ്ങനെയാണ് ഗോ ബൈ എന്നൊരു മീനിങ്. ടു എനിത്തിങ് ടു ഗോ ബൈ എന്ന് പറയുമ്പോൾ ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനായി എ ട്രൂ റിഫ്ലക്ഷൻ ഓഫ് സംതിങ്. എനിത്തിങ് ടു ഗോ ബൈ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും ഒരു കൃത്യമായ ഒരു റിഫ്ലക്ഷനാണ്. കൃത്യമായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ നമ്മൾ കാണിച്ചു തരുവാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് കാണിക്കുന്നെങ്കിൽ എനിത്തിങ് ടു ഗോ ബൈ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ബട്ട് ദാറ്റ് ഇസ് എൻ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ. ഞാൻ വീണ്ടും പറയാണ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്, ഇൻഫോർമൽ യൂസേജ് ആണ്. അതുകൊണ്ട് നിങ്ങളത് എസ്സേയിലും റൈറ്റിംഗ് ഫോർമൽ റൈറ്റിങ്ങിലൊന്നും എഴുതാൻ പാടില്ല. ഓക്കെ,
ലാംഗ്വേജിലൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുമ്പോൾ ആൻസർ ചെയ്ത് വെക്കാം, അങ്ങനെ ഒരു കാര്യം. അടുത്ത് നോക്കിയേ, ഗെറ്റ് വിൻഡ് ബിഹൈൻഡ് ദ സെയിൽസ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് സൗമ്യ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗെറ്റ് വിൻഡ് ബിഹൈൻഡ് ദ സെയിൽസ്, ഞാൻ നിങ്ങളോട് ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു ഇതുണ്ട്, ടേക്ക് വിൻഡ് എന്നുള്ള ഒരു അർത്ഥമുണ്ട്. ടേക്ക് വിൻഡ് ബിഹൈൻഡ് ദ സെയിൽസ്, അതും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇഡിയമാണ്. രണ്ടിനും രണ്ട് മീനിങ് ആണ്. ടേക്ക് വിൻഡ് ബിഹൈൻഡ് ദ സെയിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഒരാൾ ആകപ്പാടെ എന്താ പറയുക, ഡിസ്കറേജ്ഡ് ആയി പോവുക എന്നുള്ളതാണ് ടേക്ക് വിൻഡ് ബൈ ദ സെയിൽ. ടു ബി ഡിസ്കറേജ്ഡ്, കേട്ടോ. സപ്പോർട്ടൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ടേക്ക് വിൻ ബൈ ദ സെയിൽസ് എന്ന് പറയാം. പക്ഷേ ഗെറ്റ് വിൻ ബൈ ദ സെയിൽസ് എന്ന് പറഞ്ഞാലോ, ഗെറ്റ് വിൻ ബൈ ദ സെയിൽസ് എന്ന് പറഞ്ഞാൽ കിട്ടി, ഹാവ് വിൻ ബൈ ദ സെയിൽസ് ഓർ ഗെറ്റ് വിൻ ബൈ ദ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്, ഹാവ് സപ്പോർട്ട് ഫ്രം സംബഡി. ആരുടെയും എടുത്തു നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഗെറ്റ് വിൻ ബൈ ദ സെയിൽസ് ഓറെങ്കിൽ ഹാവ് വിൻ ബൈ ദ സെയിൽസ് എന്ന്. അപ്പോൾ രണ്ടിൻ്റെ മീനിങ് മാറിപ്പോയത്. വിൻ ബിഹൈൻഡ് ദ സെയിൽസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടി കയറി ആൻസർ കയറി എഴുതി വെച്ചേക്കരുത്. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ടേക്ക് വിൻ ബൈ ദ സെയിൽസ് എന്ന് പറയുന്ന ഒരു മീനിങ് ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു നിങ്ങളെ. ബിഹൈൻഡ് ദ സെയിൽസ് അല്ല, സോറി, ഔട്ട് ഓഫ് ദ സെയിൽസ്. മാറിപ്പോയി. ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് ദ സെയിൽസ്. ഓക്കെ, അതായത് ടു ബി ഡിസ്കറേജ്ഡ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അയ്യോ നടക്കില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല, ഓക്കെ, ലൂസ് കോൺഫിഡൻസ് എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട്. പ്രശ്നം പന്തികേടാണ്. അതായത് ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് ദ സെയിൽസ്, സെയിൽസ് നിന്ന് വിൻഡ് ഔട്ടായി, കാര്യം നടക്കില്ല എങ്കിൽ യു ക്യാൻ സേ ടു ബി ഡിസ്കറേജ് അല്ലെങ്കിൽ ലൂസ് കോൺഫിഡൻസ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ ഹാവ് എ ഗെറ്റ് വിൻഡ് ബിഹൈൻഡ് ദ സെയിൽസ് ഉണ്ട്, പുറകെ ഉണ്ട്, നമുക്ക് കാറ്റുണ്ട് അത്യാവശ്യത്തിന്, എങ്കിൽ യു ആർ ഗെറ്റിംഗ് സപ്പോർട്ട് ഫ്രം സംബഡി എന്നാണ് അർത്ഥം. അത് ഓർത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാണ്. ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് ദ സെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ഗെറ്റ് വിൻഡ് ബിഹൈൻഡ് ദ സെയിൽസ് ഇപ്പോഴാണ് പറയുന്നത്, ഓർത്ത് വെച്ചോണം കേട്ടോ. രണ്ട് മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ സപ്പോർട്ട് കിട്ടി എന്നൊരർത്ഥത്തിലാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്, അതുകൊണ്ടാണ്. അടുത്താണ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. എനിക്കൊന്ന് ഇതേ ആർട്ടിക്കിൾ ഡൺ ആൻഡ് ഡസ്റ്റഡ് എന്നുള്ള ആർട്ടിക്കിൾ നമ്മൾ പൊളിറ്റിക്കൽ സെനറിയിൽ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിരുന്നു. അബൌട്ട് എ മന്ത് അഗോ, ഏറെക്കുറെ ഒരു മാസം മുമ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ടൈറ്റിൽ ഡൺ ആൻഡ് ഡസ്റ്റഡ് എന്നായിരുന്നു. അതിൻ്റെ അകത്താണ് നമ്മൾ ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് ദ സെയിൽസ് എന്നുള്ള ആ ഒരു ഫ്രേസ് പഠിച്ചത്, അപ്പോൾ ഇഡിയം പഠിച്ചത്. അപ്പോൾ ഇന്ന് അതേ പൊളിറ്റിക്കൽ സെനറിയോയിലുള്ള ഇലക്ഷനെ പറ്റിയുള്ള ചൂടിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത് വരാൻ പോകുന്നത്. ഓക്കെ, ഡൺ ആൻഡ് ഡസ്റ്റഡ് മീൻസ് ടു ബി കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ഓർ റെഡി. എല്ലാം റെഡിയാണ്, ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വി ആർ റെഡി, കംപ്ലീറ്റ്ലി റെഡി എന്നൊരർത്ഥമാണ് ഡൺ ആൻഡ് ഡസ്റ്റഡ് എന്നർത്ഥം. ഓർത്ത് വെച്ചോണേ, ഡൺ ആൻഡ് ഡസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ടു ബി കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ഓർ റെഡി എന്നാണ് അർത്ഥം. അപ്പോൾ മറക്കരുത്, ടേക്ക് വിൻഡ് ഔട്ട്, എന്തിൽ നിന്ന് ഔട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്തു കളയുക, നെഗറ്റീവ് മീനിങ് ആണ്. വിൻ ബിഹൈൻഡ് ദ സെയിൽസ് പുറകെ ഉണ്ടെന്ന് പറഞ്ഞാൽ യു ഹാവ് സപ്പോർട്ട്, ഞങ്ങൾ പുറകെ ഉണ്ട് അല്ലേ, ഞങ്ങൾ കൂടെ ഉണ്ട്, ഹാവ് സപ്പോർട്ട് ഫ്രം സംബഡി എന്നർത്ഥം. അതുകൂടെ ഓർത്ത് വെച്ചോ, അത് മാറിപ്പോരുതേ. ഡൺ ആൻഡ് ഡസ്റ്റഡ്, യെസ് ശ്രീരാഗ്. അത് ഡൺ ആൻഡ് ഡസ്റ്റഡ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫോർമൽ യൂസേജ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഈ പറയുന്ന ഇലക്ഷൻ കമന്റേറ്റേഴ്സ് പറയുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് കമന്റേറ്റേഴ്സ് ഒക്കെ പറയുന്നത്. ഇലക്ഷൻ കമന്ററി പറയുമ്പോഴും കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഇംഗ്ലീഷിലൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ക്രിക്കറ്റ് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടാൽ അറിയാം. ഇങ്ങനത്തെ ഉള്ള കമന്റേറ്റേഴ്സ് എല്ലാം ഇതിനെ പറ്റി പറയാറുണ്ട്. സോ ലെറ്റ്സ് സീ. നെക്സ്റ്റ് വൺ ഇസ് ബ്ലോ എവേ. ബ്ലോ എവേ എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങ് ഇതാക്കാണ്, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാണ്. സോ ബ്ലോ എവേ എന്ന് പറഞ്ഞാൽ ഇംപ്രസ് സമ്മൺ ഗ്രേറ്റ്, ഒരുപാട് അങ്ങ് ഇംപ്രസ് ചെയ്യിപ്പിച്ചു. ഐ എം ഇംപ്രസ്ഡ്, വീണു, ഒരാളെ വീഴ്ത്തുക, ദാറ്റ് ഈസ് ബ്ലോ എവേ. ബ്ലോ ഈസ് ആൻഡ് ഫ്രേസൽ ബോബാണ് ഒരു ബ്ലോ എവേ എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ഇംപ്രസ് ചെയ്യുക, വീഴ്ച എന്നാണ് കേട്ടോ അർത്ഥം. വീഴ്ച എന്ന് പറഞ്ഞാൽ തട്ടി വീഴ്ചയല്ല, മറ്റേ വീഴ്ച. ഓക്കെ, അടുത്താണ് അറ്റ് ദ ഹെൽം. ഹെൽം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കപ്പലിൻ്റെ അങ്ങ് ഉച്ചിയിൽ നിൽക്കുക എന്നാണ് ഹെൽം, അതാണ് ഹെൽം എന്ന് പറയാം അല്ലേ. എന്നൊരു പേര് പറയുമല്ലോ, എൻ്റെ പേര് ഞാൻ മലയാളത്തിൽ ഓർത്തായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇനി അറ്റ് ദ ഹെൽം എന്ന് പറഞ്ഞാൽ ഇൻ ചാർജ് ഓർ ഇൻ ലീഡേഴ്സ് പൊസിഷൻ. ലീഡ് ചെയ്യുന്നത് ആൾ ആണെങ്കിൽ യു വിൽ സേ യു ആർ അറ്റ് ദ ഹെൽം അല്ലേ. നമ്മളിപ്പോൾ പറയാറില്ലേ, സ്പോർട്സിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്, ക്യാപ്റ്റൻസിയിൽ ആരാ ഉള്ളത്, അയാളാണ് അറ്റ് ദ ഹെൽം, ഇൻ ചാർജ് അല്ലെങ്കിൽ ഇൻ ലീഡേഴ്സ് പൊസിഷൻ എന്ന് പറയും. അതിപ്പോൾ ആരും ആയിക്കോട്ടെ, എന്തൊരു കാര്യത്തിനും, ഒരു കമ്പനിയുടെ അറ്റ് ദ ഹെൽം ആയിക്കോട്ടെ, നമ്മൾ ചില കമ്പനീസിൻ്റെ അറ്റ് ദ ഹെൽം എന്ന് പറഞ്ഞാലും അതിൽ ലീഡ് ചെയ്യുന്ന CEO അല്ലെങ്കിൽ അതിൽ മാനേജർ അല്ലെങ്കിൽ അങ്ങനെ പറയില്ല നമ്മൾ,
ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ മാനേജർ അറ്റ് ദ ഹെൽം ഇന്ന ആളാണ് എന്നൊക്കെ പറയില്ലേ, ആ ആളാണ് കേട്ടോ, അതാണ് അറ്റ് ദ ഹെൽം എന്ന മീനിങ്. ഇൻചാർജ് അല്ലെങ്കിൽ ലീഡേഴ്സ് പൊസിഷൻ എന്നാണ് അർത്ഥം. അടുത്താണ് സ്മാർട്ട് ഓവർ. നിങ്ങൾക്കറിയായിരിക്കും സ്മാർട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് അല്ല, അതൊരു വേർബ് ഉണ്ട് അല്ലേ. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ പൊള്ളുക, ബേൺ എന്നൊക്കെയാണ് അർത്ഥമുണ്ട് കേട്ടോ സ്മാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. സോ സ്മാർട്ട് ഓവർ എന്ന് പറഞ്ഞാൽ ഫീൽ അപ്സെറ്റ് അബൌട്ട് എ ക്രിറ്റിസിസം, ഫെയിലിയർ എക്സെട്ര. സ്മാർട്ട് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊന്ന് ഒരു ഫീൽ അപ്സെറ്റ്, ആകെപ്പാട് നമ്മൾ അപ്സെറ്റ് ആവുകയാണ് അബൌട്ട് എ ക്രിറ്റിസിസം. ഒരു ക്രിറ്റിസിസത്തെ പറ്റിയാകാം, അല്ലെങ്കിൽ ഫെയിലിയറിനെ പറ്റിയാകും അല്ലേ. ഒന്ന് ഒരു തോൽവി സംഭവിച്ചു നമുക്ക്, അല്ലെ ആരെങ്കിലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തു, അതിനെപ്പറ്റി നമ്മൾ ആകെപ്പാട് ഡള്ളായി ഡെസ്പായിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ യു ക്യാൻ സേ സ്മാർട്ട് ഓവർ. സ്മാർട്ട് ഓവർ സംതിങ് ദാറ്റ് മീൻസ് യു ഫീൽ അപ്സെറ്റ് അബൌട്ട് സ്മാർട്ട് ഓവർ ഓർ സ്മാർട്ട് അണ്ടർ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഇത് പറയാറുണ്ട്. സോ ഓവറാണ് കറക്റ്റ് യൂസേജ്. സ്മാർട്ട് ഓവർ സംതിങ് മീൻസ് ഫീൽ അപ്സെറ്റ് അബൌട്ട് എ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഫെയിലിയർ. പാർവതി ഹെൽംസ്മെൻ അല്ലേ. ഹെൽംസ്മെൻ എന്ന് പറഞ്ഞാൽ കപ്പിത്താൻ എന്ന അർത്ഥം അല്ലേ. ഹെൽംസ്മെൻ ക്യാപ്റ്റൻ അല്ലേ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് അതിനെയല്ലേ നമ്മൾ പറയാം ഹെൽംസ്മെൻ എന്ന് പറയാം. അപ്പൊ ഹെൽം എന്ന് പറഞ്ഞാൽ അറ്റ് ദ ഹെൽം എന്ന് പറഞ്ഞാൽ ഇൻ ദ ക്യാപ്റ്റൻസി, ഇൻ ലീഡേഴ്സ് പൊസിഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ മറന്നുകൊണ്ട് ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. എനിത്തിങ് ടു ഗോ ബൈ ഇറ്റ് മീൻസ് ട്രൂ റിഫ്ലക്ഷൻ ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ കൃത്യമായ ആവിഷ്കരണം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് അതായ രീതിയിൽ പച്ചയായ രീതിയിൽ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ എനിത്തിങ് ടു ഗോ ബൈ. അല്ലാതെ അടുത്ത് നോക്കി രണ്ടെണ്ണം കൊണ്ട് മാറിപ്പോരുത്. ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് ദ സെയിൽസ് മീൻസ് ലൂസ് കോൺഫിഡൻസ്. വിൻഡ് ഇല്ല, അപ്പോൾ പണിപാളി. അടുത്തത് ഹാവ് ഓർ ഗെറ്റ് വിൻഡ് ബിഹൈൻഡ് ദ സെയിൽസ് എന്ന് പറഞ്ഞാൽ പുറകെ ഉണ്ട് ഞങ്ങൾ. ഹാവ് സപ്പോർട്ട് ഫ്രം സംബഡി. ഡൺ ആൻഡ് ഡസ്റ്റഡ്, കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ഓർ റെഡി. ബ്ലോ ഓവർ, ഇംപ്രസ് സമ്മൺ. അതുപോലെ ഹെൽംസ് അറ്റ് ദ ഹെൽം എന്ന് പറഞ്ഞാൽ ഇൻ ചാർജ് ഓർ ഇൻ ലീഡേഴ്സ് പൊസിഷൻ. സ്മാർട്ട് ഓവർ മീൻസ് ഫീൽ അപ്സെറ്റ് അബൌട്ട് എ ക്രിറ്റിസിസം, ഫെയിലിയർ എക്സെട്ര. മറക്കരുത് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, യാ നമുക്ക് പോവാം. നമ്മുടെ സിനോണിംസ് ആന്റണിംസ് റിലേറ്റഡ് വേർഡ്സിലോട്ട് പോയാലോ. ഇതാ നമ്മുടെ സിനോണിംസ് ആന്റണിംസ് റിലേറ്റഡ് വേർഡ്സ്. ആദ്യത്തെ വേർഡ് ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് വന്നേക്കുന്നത്, ടേൺ ഔട്ട്. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ ഔട്ട് എത്രയാ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ടേൺ ഔട്ട് എത്രയാ? ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്, ഒരു നമ്പർ ഉണ്ടല്ലോ, എത്ര ആൾക്കാർ അറ്റൻഡ് ചെയ്യും ഒരു ഫംഗ്ഷന്, ഒരാൾക്കാരല്ല എത്ര ആൾക്കാർ അറ്റൻഡ് ചെയ്യും എന്നുള്ള ആ ഒരു കണക്കുണ്ടല്ലോ, അതിനാണ് ടേൺ ഔട്ട് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഇലക്ഷൻ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ എത്ര പേര് വന്ന് വോട്ട് ചെയ്യും എന്നുള്ള അറ്റൻഡൻസ് അല്ലേ. അപ്പോൾ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് അല്ലെങ്കിൽ ഓഡിയൻസ് അല്ലെങ്കിൽ അസംബ്ലി അല്ലെങ്കിൽ മസ്റ്റർ. ഗ്യാതറിങ് ചെയ്യുന്നതേ, കൂടുന്നതേ അല്ലെങ്കിൽ അസംബ്ലി ചെയ്യുന്നതേ. മസ്റ്റർ എന്ന് പറഞ്ഞാലും അറിയാലോ, കൂട്ടം. അതിനെയാണ് ടേൺ ഔട്ട് എന്ന് പറയാം. മറന്നു പോരുത് കേട്ടോ. ടേൺ ഔട്ട് ഇസ് എ നൗൺ. എന്തിനെ പറ്റി പറയുന്ന? അറ്റൻഡൻസ്, എത്ര ആൾക്കാർ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കണക്കുണ്ടല്ലോ, അതിനാണ് ടേൺ ഔട്ട് എന്ന് പറയാം. ഓഡിയൻസ്, അറ്റൻഡൻസ്, അസംബ്ലി, മസ്റ്റർ എന്നൊക്കെ പറയാം. I got wind behind the scenes from my brother to make my work done and dusted without getting me smart over from society. Oh my God. I got support from my brother to make my work completely finish without getting me upset over the criticism from society. Okay, great. Correct ആണ് പാർവതി. Yes, it is. പക്ഷേ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ ശ്രീദേവി? ടേൺ ഔട്ടും ടേൺ ഓവറും വേറെയാ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാ അല്ലേ, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അതല്ലേ ടേൺ ഓവർ. ഒരു കമ്പനിയുടെ ടേൺ ഓവർ അത് നിങ്ങൾക്കറിയാം, ഇത് കോമേഴ്സിലൊക്കെ അറിയാവുന്നുണ്ടായിരിക്കും. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഇൻകം ആണ് അല്ലേ, ഇൻകം. മാറിപ്പോരുത്, ടേൺ ഓവർ ഇസ് ഇൻകം. നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ്, അത് നൗൺ തന്നെയാണ്. ടേൺ ഓവറും ടേൺ ഔട്ട് മാറിപ്പോയത്. ടേൺ ഓവർ മീൻസ് ഇൻകം, കിട്ടുന്ന ആ വരുമാനം ഉണ്ടല്ലോ, അല്ലെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടേൺ ഓവർ എന്ന് പറയാം. ഓക്കെ, ഒരു ബിസിനസ്സിനൊക്കെ നമ്മൾ മുടക്കുന്ന ടേൺ ഓവർ, അത് എപ്പോഴും എനിക്കൊന്ന് വളരെ കോമൺ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ തോന്നുന്നു. അടുത്ത ഡിപ്രസ്. നിങ്ങൾക്ക് ഡിപ്രസ് എന്ന് വാക്കറിയാലോ, ഡിപ്രഷൻ അറിയാലോ. നമുക്ക് ഡിപ്രഷൻ്റെ നൗണാണ് ഡിപ്രസ്, ഡിപ്രഷൻ്റെ വേർബാണ് നമ്മുടെ ഡിപ്രസ്. ഡിപ്രഷൻ മീൻസ് രണ്ട് മീനിങ് ഉണ്ട് അല്ലേ, രണ്ട് മീനിങ് ഉണ്ട്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഡിപ്രഷനാ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ആകപ്പാടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്, ആകപ്പാടെ ഒരു നിരാശ, അതിനെയാണ് ഡിപ്രഷൻ എന്ന് പറയാം. അപ്പോൾ ഡിപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ സാഡൻ, വല്ലാണ്ട് വേദന, സങ്കടപ്പെടുത്തുക. സ്പിരിറ്റ് ഒക്കെ പോയി അങ്ങാണ്ട് ആകപ്പാടൊരു എന്താ പറയുക, ഒരു ഉഷാറില്ലാതെ ഇരിക്കുകയാണ്, അതാണ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥ, ഡിപ്രസ്. എന്നാൽ ഡിപ്രഷന് വേറൊരു മീനിങ് ഉണ്ട് അല്ലെ, ഡിപ്രഷന് വേറൊരു മീനിങ് ഉണ്ട്. സ്ലോ ഡൗൺ, കുറയ്ക്കുകയാണ്, റിഡ്യൂസ്, ലോവർ, വീക്കൻ അല്ലേ, നമ്മൾ വീക്കൻ ചെയ്യാണ്. ഡിപ്രഷൻ, ഗ്രേറ്റ് ഡിപ്രഷൻ കേട്ടിട്ടില്ലേ? ആ എറയെ പറ്റി നിങ്ങൾക്ക് അറിയില്ല, ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റി? ആകപ്പാടെ എല്ലായിടത്തും ലോകത്ത് മൊത്തത്തിൽ ഒന്നും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡ് ഉണ്ട്, അറിയാലോ. ഇല്ലായ്മ അല്ലേ, റിഡക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത്, എല്ലാം സ്ലോ ആയിട്ട് നടന്നൊരു സമയത്ത്, അതിനെയാണ്. അപ്പോൾ
ഡിപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോവർ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, വീക്കൻ ചെയ്യുക, സ്ലോ ഡൗൺ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ക്ലിയർ 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 യാ. അടുത്തത് മാൻഡേറ്റ്. ഇന്നലെ ഉണ്ടായിരുന്ന അതേ വാക്ക് ദാ ഇവിടെ പിടിച്ചോ. മാൻഡേറ്റ് ഇന്നും ഉണ്ട്. മാൻഡേറ്റ് മീൻസ് നൗണായിട്ടും വെർബായിട്ടും ഉപയോഗിക്കാം. ഇൻസ്ട്രക്ഷൻ, ഡിറക്റ്റീവ്, അതോറിറ്റി എന്ന് നൗണായിട്ട് പറയാം നമുക്ക്. അല്ലെങ്കിൽ വെർബായിട്ട് പറയുമ്പോൾ അപ്രൂവ് അല്ലെങ്കിൽ ഓതറൈസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. മാൻഡേറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ അപ്രൂവൽ കിട്ടി, ഇൻസ്ട്രക്ഷൻ കിട്ടി, അതോറിറ്റി കിട്ടി എന്നൊക്കെ അർത്ഥമില്ലേ. അത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഇൻകംപൻസി. ഇൻകംപൻസി ഈസ് എ നൗൺ കേട്ടോ. ഇൻകംപൻസി എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. അതായത് നമ്മളൊരു ഓഫീസിൽ ചാർജ് ആയിട്ടിരിക്കുകയാണ്, ഓഫീസിലിരിക്കുന്ന ആ ടേം അല്ലേ, ആ ഒരു കാലഘട്ടം, അതിനെയാണ് ഇൻകംപൻസി എന്ന് പറയാം. അതായത് ടെന്യൂർ, എത്ര കാലയളവിൽ നമ്മളൊരു ഓഫീസ് ബെയറർ ആയിട്ടിരിക്കുന്നു. ഈ എക്സാമ്പിളിൽ മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസേഴ്സ് അല്ലേ, ചില ഓഫീസേഴ്സൊക്കെ എത്ര കാലത്തിൽ ഇരിക്കുന്നു, ഒരു ടെന്യൂർ, ആ ഒരു കാലയളവ്, അല്ലെങ്കിൽ ഓക്യുപ്പൻസി, അവർ ഓക്യുപ്പൈ ചെയ്യുന്ന ആ സമയ കാലയളവ്, ബേർഡൻ, ചാർജ് എന്നൊക്കെയാണ് ഇൻകംപൻസിയുടെ അർത്ഥം. അപ്പോൾ ടെന്യൂർ, ഓക്യുപ്പൻസി, ബേർഡൻ, ചാർജ് എന്നൊക്കെ അതിൻ്റെ മീനിങ് ഉണ്ട് ഇൻകംപൻസി. ഓക്കെ, ഇൻകംപൻസി. അപ്പോൾ ഇൻകംബന്റ് എന്ന് പറയുമ്പോൾ ഓഫീസ് ബെയർ, ഓഫീസിലിരിക്കുന്ന ആൾ, ഓഫീസറിനെ ഇൻകംബന്റ് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, ആ ഒരു കാര്യം. ഓക്യുപ്പന്റ്, ഓഫീസർ എന്നൊക്കെ പറയാം. അടുത്താണ് കൺവെൻഷണൽ. കൺവെൻഷണൽ ചിന്താഗതിയാണ് അല്ലേ. ഇറ്റ് ഈസ് എ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ്. കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ദ അല്ലെ അൺകൺവെൻഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നൊക്കെ നമ്മൾ പറയും. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ, ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്, ഇവിടെ ഇങ്ങനെയാണ് ബൈ, ദാറ്റ്സ് ഇറ്റ്. കൺവെൻഷണൽ ആണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെയാണ് ചെയ്യാറ്. നോർമൽ, റെഗുലർ അല്ലെങ്കിൽ ഓർഡിനറി അല്ലെങ്കിൽ ബെയ്നൽ, വളരെ കോമൺ ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ യു സേ കൺവെൻഷണൽ ആണ്. കോമൺ ആയിട്ടുള്ള, വളരെ കോമൺ ആണ്, ഞങ്ങളുടെ നാട്ടിൽ അത് വളരെ കോമൺ ആണ്. ഇറ്റ്സ് കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ കോമൺ, നോർമൽ, റെഗുലർ, ഓർഡിനറി, ബെയ്നൽ എന്നൊക്കെയാണ് അർത്ഥം. മറന്നു പോരുതേ. ഓക്കെ. സിമി ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, മാൻഡേറ്റ് പോലെ വേറൊരു വാക്കുണ്ട്, മാൻഡേറ്ററി അല്ലേ. മാൻഡേറ്ററി ഇതിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. മാൻഡേറ്റഡ് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി എഴുതിയേക്കുന്നത് ഞാൻ. മാൻഡേറ്ററി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ അനുസരിച്ച് മാൻഡേറ്ററി എന്ന് പറയുമ്പോൾ നിർബന്ധമാണ് അല്ലേ, ഒബ്ലിഗേറ്ററി ആണ് എന്നാണ് അർത്ഥം. മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്ററി, നിർബന്ധമാണ്, നിങ്ങളത് കൊണ്ടുവരാൻ നിർബന്ധപ്പെട്ടിരിക്കുന്നു. ഒബ്ലിഗേറ്ററി ഉത്തരവാദിത്തമുണ്ട്, നിങ്ങൾക്കത് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങളത് കൊണ്ടുവരണം എന്നാണ്. ഒബ്ലിഗേറ്ററി ആണ്. അല്ലെങ്കിൽ റിക്വയർഡ്, ആവശ്യമുണ്ട്, ഇതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്. ഹോൾ ടിക്കറ്റ് എക്സാമിന് മാൻഡേറ്ററി ആണ്, ദാറ്റ് മീൻസ് റിക്വയർഡ്, ആവശ്യമുണ്ട്. എസെൻഷ്യൽ ആണ്, ആവശ്യമുള്ളതാണ്. നെസസറി ആണ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാൻഡേറ്ററി എന്ന് വിളിക്കുക. ഒബ്ലിഗേറ്ററി, റിക്വയർഡ്, എസെൻഷ്യൽ, നെസസറി എന്നൊക്കെ മാൻഡേറ്ററിക്ക് പറയും. അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. മനസ്സിലായോ സിമി? I guess that is clear. As the voting turnout was depressed last year, the wind flew for the opposition party. Wind flew എന്ന് പറയില്ല, ഇങ്ങനെയാണ് പറയുന്നത്, വിൻഡ് ഔട്ട് ഓഫ് ദ സെയിൽ, അതാണ് ഉദ്ദേശിച്ചത്. വിൻഡ് പറന്നു, കാറ്റ് പറന്നുപോയി എന്നുള്ള രീതിയിൽ വിൻഡ് ഫ്ലൂ പറയില്ല. ടേൺ ഔട്ട് ഓഫ് ആർട്ട് മൂവി ഡിപ്രസ്ഡ് ഇൻ തിയേറ്റർ ഫോർ ക്രിഞ്ച് സ്റ്റോറി ആൻഡ് ഓവറോൾ. ഓക്കെ, ഓൾ റൈറ്റ്. യെസ് ബൂം ആൻഡ് ഡിപ്രഷൻ. യെസ് മാൻഡേറ്റ് കിട്ടിയെന്ന് വിശ്വസിച്ചിരിക്കുന്നു. സൂപ്പർവൈസർ മാൻഡേറ്റ് എംപ്ലോയി ടു വർക്ക് സ്മാർട്ട്. മാൻഡേറ്റ് അല്ല, മാൻഡേറ്റഡ് കേട്ടോ. അജിത്തെ സൂപ്പർവൈസർ സിംഗുലർ ആയതുകൊണ്ട് മാൻഡേറ്റ്സ് എന്ന് കൊടുത്തു. മാൻഡേറ്റ് ചെയ്യുന്നു, ഓതറൈസ് ചെയ്യുന്നു എന്നുള്ള രീതി കൊടുത്തു. അപ്രൂവ് ചെയ്യുന്നു, മാൻഡേറ്റ് ചെയ്യുന്നു, ഓതറൈസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മാൻഡേറ്റ്സ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കണം. സൂപ്പർവൈസർ മാൻഡേറ്റഡ് ദി എംപ്ലോയി. കേട്ടോ, ക്ലിയർ ആയോ? അടുത്തത് ഇൻകംബൻസി ഓഫ് അറ്റോർണി ജനറൽ ഈസ് അണ്ടർ ദി പ്ലഷർ ഓഫ് പ്രസിഡന്റ്. ഓക്കെ, മാൻഡേറ്റ് ടു പ്രൊഡ്യൂസ് ഇൻകംബൻസി സർട്ടിഫിക്കറ്റ് ഹാസ് ടു ബി സ്ട്രിക്ട്ലി ഒബീഡ്. ഓക്കെ, ദ ടേൺ ഔട്ട് ഓഫ് അറ്റ് മൈ ബ്രദേഴ്സ് വെഡിങ് വാസ് ഡിപ്രസ്ഡ് ഡ്യൂ ടു റെയിൻ. ഓക്കെ, വാസ് ഡിപ്രസ്ഡ് അല്ല വേണ്ട, അവിടെ അതിൽ ഉദ്ദേശിച്ചത് വളരെ മോശമായിരുന്നു എന്നാണ് ഉപയോഗിച്ചെങ്കിൽ ഇങ്ങനെ വേണം. വാസ് ഡിപ്രസിങ്, വളരെ ഡിപ്രസിങ് ആയിരുന്നു. അഡ്ജക്റ്റീവായിട്ട് ഫോം ചെയ്യേ വാസ് ഡിപ്രസിങ് എന്ന് കൊടുത്താൽ മതി, അതാ കറക്റ്റ് ഫോർമുലേഷൻ. വാസ് ഡിപ്രസിങ്, അതായത് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുക. വാസ് ഡിപ്രസിങ് ഡ്യൂ ടു റെയിൻ, മഴ കാരണം വളരെ മോശമായിരുന്നു, ആൾക്കാരൊന്നും വന്നു പോലുമില്ല, അങ്ങനെ പറയാം കേട്ടോ. ഓക്കെ, യെസ്, ഹി വാസ് ഡിപ്രസ്ഡ് ടു നോ ദാറ്റ് ദ ഗവൺമെന്റ് reduced the turnout to attend a function just a day before his marriage. Okay, all right. There were a turnout of commons to watch the shooting of Malayalam film. Okay,
ബ്ലൂ ആയിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ പ്രവീൺ, ഓക്കെ ഓക്കെ. വ്യത്യാസം പറ്റോ? ഒരു ലെറ്റർ മാറിയപ്പോൾ മീനിങ് മൊത്തത്തിൽ മാറിപ്പോയത് കണ്ടോ? ഓക്കെ. മാൻഡേറ്റ് ഫോർ ഫിൽ അല്ല അശ്വിനെ, ഫോർ ഫില്ലോ? ഫോർ ഇസ് എ പ്രിപ്പോസിഷൻ. അതിന് ശേഷം എന്ത് വരണം? 4 കഴിഞ്ഞിട്ട് V1 വരുമോ? ഇല്ല, ജെറണ്ട് വന്നോ? അപ്പൊ എങ്ങനെ പറയണം? മാൻഡേറ്റ് ഫോർ ഫില്ലിംഗ് ദ ഫോം ഹാസ് ബീൻ സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ അതോറിറ്റീസ് ഇൻ ദ ഫ്രണ്ട് പേജ്. കേട്ടോ അശ്വിനെ, മറക്കരുത്. മാൻഡേറ്റ് ഫോർ ഫില്ലിംഗ്, നോട്ട് ഫിൽ. മാൻഡേറ്റ് ടു ഫിൽ ആണ് ഓക്കെ, അല്ലെങ്കിൽ മാൻഡേറ്റ് ഫോർ ഫില്ലിംഗ്. കേട്ടോ, ടു ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ഫോറിന്റെ കൂടെ ING മറക്കരുത്. ഇൻകംബൻസി ഓഫ് അറ്റോർണി ജനറൽ ഇസ് നോട്ട് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. അത് ഒരു തവണ കൂടെ പറഞ്ഞോ? ഒരു തവണ പറഞ്ഞാണല്ലോ. ഹസീന, കറക്റ്റ് ആണത്. ആസ്പിറൻസ് വർ ഡിപ്രസ് അല്ല, ആസ്പിറൻസ് വർ ഡിപ്രസ്ഡ്. നീതു പാസീവ് വോയിസ് ആണ്. ആസ്പിറൻസ് വർ ഡിപ്രസ്ഡ് to see the postponement of exam dates during COVID phase. അല്ലേ? Aspirants were depressed. B+V3 form. മറക്കരുതേ നീതു. It was turned out to be a horrible situation എന്ന് പറയില്ലേ? പറയാം. ആ ടേൺ ഔട്ട് എന്താ? അവിടെ വ്യത്യാസമുണ്ട് ശ്രീരാഗെ. ആ ടേൺ ഔട്ട് എന്താ? അത് കറക്റ്റാ, തെറ്റൊന്നുമില്ല അതിന്. ആ ടേൺ ഔട്ട് എന്താ വെച്ചാല് നോക്കിക്കേ, ആ ടേൺ ഔട്ട് വേർബ് അല്ലേ? ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ കാര്യമാകുക, ടു ബിക്കംസ് അല്ലേ? ടു കോസ് സംതിങ്. ടേൺ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ടു കോസ്. അത് ഫ്രേസൽ വേർബാ. കോസ് എന്ത് കാരണമാകുക, അല്ലെങ്കിൽ ടു ഹാപ്പൻ ഇൻ എ വേ, ഒരു രീതിയിലായി അങ്ങ് അവസാനിക്കുക, അങ്ങനെ അങ്ങ് വന്നു ചേരുക, അല്ലെങ്കിൽ ടു എൻഡ് ഇൻ എ പെർട്ടിക്കുലർ വേ എന്നൊക്കെയാണ് ടേൺ ഔട്ടിൻ്റെ. ടു എൻഡ് ഇൻ എ പെർട്ടിക്കുലർ വേ, ടു ഹാപ്പൻ ഇൻ എ വേ, അല്ലെങ്കിൽ കാരണമാകുക എന്നൊക്കെയാണ് ടേൺ ഔട്ട്. അവിടെ ഗ്യാപ്പ് ഉണ്ട്, മനസ്സിലായോ? ടേൺ ഓവർ, ടേൺ ഔട്ട്, ഞാൻ ഇന്നാളെ പറഞ്ഞു ലേ ഔട്ട്, അങ്ങനെയുള്ളതൊക്കെ ഗ്യാപ്പ് ഇട്ട് വരുമ്പോൾ അത് ഫ്രേസൽ വേർബും, ഗ്യാപ്പ് ഇല്ലെങ്കിൽ അത് വൺ വേർഡ് നൗൺ ആണ്. മനസ്സിലായോ? അതൊന്ന് ശ്രദ്ധിച്ചോണം. ടേൺ ഓവർ നൗൺ ആണ്, പക്ഷെ ടേൺ ഓവർ എന്ന ഫ്രേസൽ വേർബ് ഉണ്ട്, ടേൺ ഔട്ട് എന്ന ഫ്രേസൽ വേർബും ഉണ്ട്. കണ്ടോ? അതുണ്ട്. ആ കാര്യത്തിൽ ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ, അതുണ്ട്. ഓക്കെ ശ്രീരാഗ്, ക്ലിയർ ഐ ഗാസ്? യാ. After COVID-19, government reduced the turnout of all public functions. Yes. Ashwin, okay. Incumbency of Jio's tariff hike was depressed there. Was depressed വരില്ല ഹരി, അവിടെ പാസീവ് അല്ല ഹരി ഉദ്ദേശിക്കുന്നത്. ഇൻകംബൻസി ഓഫ് ജിയോയുടെ താരിഫ് ഹൈക്ക് ഡിപ്രസ് ചെയ്തു, കുറഞ്ഞു എന്നല്ലേ? അപ്പം വാസ് അവിടെ വേണ്ട, ഇത്ര മതി. ഇൻകംബൻസി ഓഫ് ജിയോസ് ടാരിഫ് ഹൈക്ക് ഡിപ്രസ് ദെയർ കൺവെൻഷണൽ യൂസേഴ്സ്. എന്താണ് ആ ഹൈക്ക്? കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ കൺവെൻഷണൽ യൂസേഴ്സിനെ ഡിപ്രസ് ചെയ്തു, സങ്കടപ്പെടുത്തി. ദാറ്റ്സ് ഇറ്റ്. കേട്ടോ, അവിടെ വാസ് വേണ്ട. പ്രഡിക്ഷൻ ചതിച്ചതാ, നന്നായി. ഓക്കെ. ദ എക്കണോമി ഈസ് ഇൻ a state of depression and needs much more than conventional policies for its revival. All right, great. Due to the pandemic, the turnout at the function was very low. Okay. His mandatory tenure lasts today and it is apostrophe വേണം അവിടെ. പാർവതി, അവിടെ അപ്പോസ്ട്രോഫി വേണം. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്നാണ് അർത്ഥം, അതായത് അഡ്ജക്റ്റീവ് ആയിട്ട്. ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ടല്ല പാർവതി ഉപയോഗിച്ചേക്കുന്നത്. പാർവതി ഉപയോഗിച്ച് ഇറ്റ് ഈസ്. അത് വളരെ, അത് ഇറ്റ് ഈസ് അല്ലെ? ഇറ്റ് ഈസ് ആണെങ്കിൽ ഒരു അപ്പോസ്ട്രോഫി കൊടുത്തു, ഇറ്റ് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി എസ് കൊടുക്കാം. ഇറ്റ്സ് റിയലി ഡിപ്രസീവ് അല്ല, ഇറ്റ്സ് റിയലി ഡിപ്രസിംഗ് SING, depressing thing for all our officials, and he says he realized anything to go by. All right. Forest Department mandated to undertake afforestation in non-forest areas. Okay. Turnout is mandate for party meeting. Okay. Britain Prime Minister Boris Johnson emphasizes the administration is conventional now on the wake of decreasing pandemic. Okay. അത് കൊള്ളാം. മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത്, അതാ ഞാൻ എന്നാലും പറഞ്ഞത്, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. നമ്മളത് പഠിച്ച് അതുകൊണ്ട് എഴുതി പഠിക്കണേ മറക്കരുത് കേട്ടോ. ഇത് നമ്മളെ എക്സാം ആണ്, നമുക്ക് സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. The conventional method of teaching is totally replaced by advanced technical methods during the pandemic. Great. Latest notification of exams mandates aspirant to study hardly അല്ല അജിത്തെ. ഹാർഡ്ലിന്റെ അർത്ഥം എന്നാ? ഹാർഡ്ലിയുടെ അർത്ഥം എന്താ? നോ എന്ന അർത്ഥം. ഇല്ല, അവൻ പഠിക്കാറൊന്നും ഇല്ലെന്നേ എന്നുള്ള അർത്ഥം. അത് അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസിയാ. സ്റ്റഡി ഹാർഡ്, നന്നായി പഠിക്കാൻ, പ്രയത്നിക്കാൻ. എങ്ങനെയും ഹാർഡാണ്. അവിടെ ഹാർഡ് അഡ്ജക്റ്റീവ് ആണ്, അഡ്വേർബും ആണ്. ഇവിടെ അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം. ഹാർഡ് എന്ന വാക്ക് അഡ്ജക്റ്റീവ് ആയിട്ടും അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം. നെവർ എവർ ഗെറ്റ് കൺഫ്യൂസ് വിത്ത് ഹാർഡ് ആൻഡ് ഹാർഡ്ലി. ഹാർഡും ഹാർഡ്ലിയും രണ്ട് തരങ്ങളാണ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ് സർഫസിൽ ഒരു ഹാർഡ് ഉണ്ട്, അല്ലെങ്കിൽ എക്സാം വളരെ ഹാർഡായിരുന്നു, അല്ലെങ്കിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഹാർഡ് അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ടും ഉപയോഗിക്കാം. പക്ഷെ ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ അഡ്വേർബ് മാത്രമല്ല ആ ഹാർഡ്ലിക്ക് ഈ ഹാർഡുമായിട്ടൊരു ബന്ധവുമില്ല കേട്ടോ.
അജിത്തെ ആ ഹാർഡ്ലി വെട്ടിയിട്ട് ഹാർഡ് ആക്കണേ അവിടെ, അത് മാത്രം ചെയ്താൽ മതി. വി ഷുഡ് ഗോ ത്രൂ ദ മാൻഡേറ്റ് ഫോർ ബിഫോർ ആൻസറിംഗ് ദ ക്വസ്റ്റൻസ്. ഗ്രേറ്റ്. Our faculties are not following conventional style of teaching. Okay, Asha, thank you. And this sentence is great. Those schools and colleges are opened. Are opened അല്ല, are opened ന്റെ ആവശ്യമുണ്ടോ? Though schools and colleges are opened കറക്റ്റാ, ശരിയാ. ആരോ ഓപ്പൺ ചെയ്തു, ശരിയാ, അത് പാസിവൈസേഷൻ കറക്റ്റ് ആണ്. In full fledged, it is mandate to follow the COVID protocols. Great. All right. It is mandated to produce all original certificates at the time of interview. Yes, it is. Incumbents of anything related to your past must not depress you. Okay. കുഴപ്പമില്ല ജിത്തെ. Not it. Okay, കുഴപ്പമില്ല. I was blown away by the society which put me into great depression. And depression is not very simple tension or sadness. It's a terrible disease to be treated. Yes, it is. It's a state. It's not a disease. It's a state of your mind. അല്ലേ? മനസ്സിന്റെ വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. It's a state. It's not a disease. കേട്ടോ. Now our economy is passing through. ഭീമ ബി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? ഓക്കെ. Now our economy പാസിംഗ് എന്ന വേർബ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ING ഫോം ഉപയോഗിക്കുമ്പോൾ ഒന്നെങ്കിൽ ബി ഫോമുലേഷൻ ഏതെങ്കിലും വേണം. ഈസ്, ആം, ആർ, വാസ്, വെയർ വേണ്ടേ? അല്ലെങ്കിൽ വിൽ ബി എന്നുള്ള ബി ഒക്കെ വരുമ്പോൾ അപ്പോൾ ഓർക്കണം. Now our economy is passing through the depression. Okay. Being married is conventional, yet it is not necessary. Oh yeah. അവിടെ ഇറ്റും നീതു അപ്പോസ്ട്രോഫി വേണം. It is, yet it is not necessary. Yes, yet it is not. അപ്പോൾ ഇറ്റ് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി വേണം. ഈ ഇറ്റ്സ് അതിൻ്റെ എന്നുള്ളത് അഡ്ജക്റ്റീവോ പൊസസീവ് അഡ്ജക്റ്റീവോ മാറിപ്പോരുതേ. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ടൈപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല. യെസ് ഐ സി MTS March 26 ആയതുകൊണ്ട് അപ്ലൈ ചെയ്തത്. ഓക്കെ ക്ലാഷ് അല്ലേ? അപ്പോൾ കുഴപ്പമില്ല, അത് കൊള്ളാം. ഹരി. Amit Shah took charge as First Minister of Corporation of India. Okay. Following the existing custom seems to be a mandatory അല്ല, to be mandatory. കിഷോറെ, എ മാൻഡേറ്ററി ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നൗൺ വേണം. എയുടെ കൂടെ ഒരു നൗൺ വേണ്ടേ? എ ആൻഡ് ദയുടെ ഒക്കെ കൂടെ ഒരു നൗൺ വേണം. അപ്പോൾ ടു ബി മാൻഡേറ്ററി കറക്റ്റാ. അഡ്ജക്റ്റീവിന്റെ കൂടെ ബി ഫോമുലേഷൻ കറക്റ്റാ. സ്റ്റേറ്റീവ് വേർബുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എ കൊണ്ടെങ്കിൽ ഒരു നൗൺ വേണം. അപ്പോൾ എ കട്ട് ചെയ്തേ. ഫോളോയിങ് ദ എക്സിസ്റ്റിംഗ് കസ്റ്റംസ് സീംസ് ടു ബി മാൻഡേറ്ററി ഫോർ എവറി ഓർത്തഡോക്സ് ഫാമിലി. കേട്ടോ കിഷോർ? ഷി വാസ് ഡിപ്രസ്ഡ് ബൈ ഇമീഡിയറ്റ് ഡെത്ത് ഓഫ് എ ക്ലോസ് ഫ്രണ്ട്. ഓക്കെ. The incumbency of chairman brings out many innovative actions in the company. Great. അപ്പോൾ പിള്ളേരെ നമുക്ക് അടുത്തതിലോട്ട് പോകാം. നെക്സ്റ്റ് സെറ്റ്. സ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? സ്പോർട്ട് ചെയ്യല്ല. സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ്സ് എ നൗൺ. സ്പോർട്ട് ഇസ് എ നൗൺ. അർത്ഥം ഫൗണ്ടൻ. നമ്മൾ ഈ വെള്ളമൊക്കെ ചീറ്റുന്ന മൗണ്ടൻ ഇല്ലേ? ഇപ്പം എല്ലായിടത്ത് പോയാലും അറിയാം. അത്യാവശ്യം എല്ലാ ഹോട്ടൽസിൽ, റിസോർട്ട്സിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമ്മൾ പോകുന്ന ഏതെങ്കിലും ഒരു ഫ്ലവർ ഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാവൻകോർ ഫെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? എല്ലായിടത്തും ഒരു ഫൗണ്ടൻ ഉണ്ടാവും. ചുമ്മാ ഒരു രസത്തിന് ഒരു അഡീഷണൽ ഇതല്ലേ. സോ ജെറ്റ്, ഫൗണ്ടൻ, ഗഷ്, കുത്തൊഴുക്ക് എന്നൊക്കെ സ്പോർട്ടിന് പറയും. കുത്തൊഴുക്ക് കേട്ടോ. ഗഷ്, ജെറ്റ്, ഫൗണ്ടൻ എന്നൊക്കെ പറയും സ്പോർട്ട്. അപ്പോൾ ഇലക്ഷൻ്റെ ആ ഒരു കുത്തൊഴുക്കുണ്ടല്ലോ, ആ വോട്ടേഴ്സിൻ്റെ ഒരു ഇത്, വോട്ട് ചെയ്യുന്നവരുടെയും അതുപോലെ തന്നെ വോട്ടിംഗ് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ ഒരു ഇത്, അതിനെ പറ്റിയാണ് ഇവിടെ സ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആർച്ച് എനിമി. എന്താണ് ആർച്ച് എനിമി എന്ന് പറഞ്ഞാൽ? ആർച്ച് എനിമി എന്ന് പറഞ്ഞാൽ ബദ്ധശത്രുവാണ് എന്നാണ് അർത്ഥം. സോ ഫോ, എനിമി അല്ലെങ്കിൽ അഡ്വേഴ്സറി, റൈവൽ, ഓപ്പണന്റ് അല്ലെ? ഓപ്പണന്റ് ആണ്, അഡ്വേഴ്സറി ആണ്, ഫോ, എനിമി അല്ലെ? എനിമി എന്നൊക്കെ പറയാം. ഇതാണ് ആർച്ച് എനിമിന്റെ അർത്ഥം. ഫോ, അഡ്വേഴ്സറി, ഓപ്പണന്റ്, അതുപോലെ റൈവൽ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് പറയില്ലേ, വേറൊരു വാക്കുകൂടെ ഉണ്ട്, നമ്മുടെ എന്താ പറയാ, ഞാൻ മറന്നുപോയി, നമ്മുടെ ആന്റഗോണിസ്റ്റ്. യെസ്, ആന്റഗോണിസ്റ്റ് എന്നൊരർത്ഥവും അതിനുണ്ട് കേട്ടോ. ആന്റഗോണിസ്റ്റ്, പ്രോട്ടഗോണിസ്റ്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ? നായകനും എതിരാളിയും അല്ലേ? അതുകൊണ്ട് ആന്റഗോണിസ്റ്റ് എന്നൊരർത്ഥം കൂടെ ഉണ്ട്. ഫോ, അഡ്വേഴ്സറി, ഒപ്പോണന്റ്, റൈവൽ, ആന്റഗോണിസ്റ്റ്. പിന്നെ റിപ്പീൽ, ഫാം ലോസ് റിപ്പീൽ ചെയ്ത കാര്യമൊക്കെ പറയുന്നുണ്ട് ഇലക്ഷൻ്റെ ഇതിനെ പറ്റി. കാരണം അതൊക്കെ ഒരു വലിയൊരു ഇൻഡിക്കേറ്റർ ആണ് നമ്മുടെ ഇലക്ഷൻ വിന്നിനെ പറ്റി. അതുകൊണ്ട് റിപ്പീൽ ചെയ്യാന്ന് പറഞ്ഞാൽ, ഓർ റിപ്പീൽ എന്ന നൗണിന്റെ അർത്ഥം എന്നാ? റിവോക്ക് ചെയ്യുക, അനൽ ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, റിസെൻഡ് ചെയ്യുക. അപ്പോൾ ക്യാൻസലേഷൻ എന്നൊരു അർത്ഥമുണ്ട്. അനൽമെന്റ് എന്ന അർത്ഥമുണ്ട് അല്ലേ? നൗൺ ആകുമ്പോൾ അനൽമെന്റ് എന്നുണ്ട്. പിന്നെ റെവൊക്കേഷൻ എന്ന് പറയും. പിന്നെ റെസെൻറ്റിങ് എന്നുള്ള പറയും അല്ലെ? റെസെൻറ്റ്, അനൽ, റിവോക്ക്, ക്യാൻസൽ എന്നൊക്കെയാണ് റിപ്പീൽ എന്ന വാക്കിൻ്റെ വേർബിൻ്റെ അർത്ഥം. നൗൺ ആയിട്ട് വരുമ്പോൾ ക്യാൻസലേഷൻ, അനൽമെന്റ്, റെസെൻറ്റിങ്, റെവൊക്കേഷൻ എന്നൊക്കെ പറയും. ഓക്കെ. അടുത്തത് വയബിൾ. ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, വയബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഫീസിബിൾ ആണ്. ഇത് വർക്കൗട്ടോ, പ്രാക്ടിക്കൽ ആണ്, ഫീസിബിൾ ആണ്, വർക്കബിൾ ആണ്. ദാറ്റ്സ് അഡ്ജക്റ്റീവ് ഫോമുലേഷൻ. വയബിൾ എന്ന വാക്കിന്റെ അർത്ഥം. ഏബിൾ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്താൽ മതി, അത് അഡ്ജക്റ്റീവ് ആയിരിക്കും. അടുത്തത്
പാട്രണേജ്. പാട്രണേജ് നൗൺ ആണ്. പാട്രണേജ് മീൻസ് സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ബാക്കിംഗ്, നമുക്കൊരു സപ്പോർട്ട്, ഫണ്ടിങ് കിട്ടുന്നുണ്ട്. പാട്രണേജ് എന്ന് പറഞ്ഞാൽ അതാണ്. സ്പോൺസർഷിപ്പ്, ബാക്കിംഗ്, സപ്പോർട്ട്, ഫണ്ടിങ് എന്നാണ് പാട്രണേജ് എന്ന വാക്കിന്റെ അർത്ഥം. നൗൺ ഫോർമുലേഷൻ ആണ് കേട്ടോ, ഓർത്ത് വെച്ചോണേ. അപ്പൊ നോക്കട്ടെ അടുത്തത്. The new education policy eradicate അല്ല ശ്രീദേവി, ഇറാഡിക്കേറ്റ്സ് അല്ലെങ്കിൽ ഇറാഡിക്കേറ്റഡ്. എഡ്യൂക്കേഷൻ പോളിസി ഒന്നേ ഉള്ളൂ, സിംഗുലറാ. സിംഗുലറിന് സിംഗുലർ വെർബ് കൊണ്ട് ഫസ്റ്റ് റൂൾ. അപ്പോൾ ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇറാഡിക്കേറ്റഡ് ഓർ ഇറാഡിക്കേറ്റ്സ് all the conventional methods of teaching, which leads to more pragmatic approach of learning. It is conventional to conduct meetings after problems without choosing a solution to completely avoid it. All right. Everyone should read the mandate written in the hall ticket before appearing for the exam. Yes, of course, Ashwati. It is a mandatory, Lasimi. It is mandatory to get the second dose COVID vaccination before going abroad. കേട്ടോ, ഇങ്ങനെ പറയണേ. എങ്ങനെ പറയണം? ഇറ്റ് ഇസ് മാൻഡേറ്ററി ടു ഗെറ്റ് എ. ഞാൻ ഇപ്പം നേരത്തെ കിഷോറിനോട് പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ചാൽ, ആൻ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ദ എന്ന് പറഞ്ഞാൽ ഒക്കെ ആർട്ടിക്കിൾസാണ്, ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുമ്പോൾ തൊട്ടടുത്ത് എന്ത് വേണം? ഒരു നൗൺ വേണം. മാൻഡേറ്ററി അഡ്ജക്റ്റീവ് അല്ലേ, അപ്പോൾ അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ്. നൗൺ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, പക്ഷെ നൗൺ ഇല്ലല്ലോ. അപ്പോൾ എ വേണ്ട, അവിടെ എ ഒന്ന് കട്ട് ചെയ്തില്ല. ഒരു നിർബന്ധമുണ്ട്, എയോ ആനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ആർട്ടിക്കിൾസ് ഉപയോഗിക്കുമ്പോൾ നൗണിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ ഒന്ന്, ആൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, ദ എന്ന് പറഞ്ഞാൽ അത്, പെർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് ദ, അല്ലേ, അല്ലെങ്കിൽ ദി. സോ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഗെറ്റ് ദി സെക്കൻഡ് ഡോസ് കോവിഡ് വാക്സിനേഷൻ ബിഫോർ ഗോയിങ് അബ്രോഡ്. ഓക്കെ ആണോ? സിമി എന്നാണോ അനന്യ എന്നാണോ പേര്? രണ്ടും ഉണ്ട് കാണുന്നു. സോ എനിവേ, അനന്യ ആണെങ്കിലും സിമി ആണെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും. നെക്സ്റ്റ് വൺ, ഈവൻ ദോ മൈ ഫാമിലി ഈസ് കൺവെൻഷണൽ വൺ, ദേ ഹാവ് വിൻഡ് ബിഹൈൻഡ് ദ സെയിൽസ് വിച്ച് എൻകറേജ് മീ. ദേ ഹാവ് അല്ല, അവർക്ക് സപ്പോർട്ട് ഉണ്ടെന്നല്ലോ, എനിക്ക് സപ്പോർട്ട് ഉണ്ടെന്നല്ലേ, എനിക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നല്ലേ പറയുന്നത്. അപ്പോൾ ഐ ഹാവ് വിൻ ബിഹൈൻഡ് ഇങ്ങനെ പറയാം. ഈവൻ കേട്ടോ പാർവതി, ഈവൻ ദോ മൈ ഫാമിലി ഈസ് കൺവെൻഷണൽ വൺ, ഐ ഹാവ് വിൻ ബിഹൈൻഡ്, ഐ ഗെറ്റ് or I have win behind the sales which encouraged me to chase my dreams. കേട്ടോ പറയണേ. വെയിൽ സ്പോർട്ട് ചെയ്യുന്നത് ഈ സ്പോർട്ട് ആണോ? അത് തന്നെ, ഇത് തന്നെയാ സ്പ്ലാഷ്, അത് തന്നെയാ. ആ സ്പോർട്ട് ഈ സ്പോർട്ട് തന്നെയാ കേട്ടോ. ഇവിടെ പറഞ്ഞേക്കുന്ന നൗൺ സ്പോർട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ ശ്രീരാഗെ. അത് തന്നെ. അടുത്തത് ജസ്റ്റിന്റെ സെന്റൻസ് നോക്കട്ടെ. ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് വൈസ് ടു പുഷ് അവേ കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് വർക്ക് വിതൗട്ട് കംപ്ലീറ്റ്ലി അനലൈസിംഗ് ദ ന്യൂലി അവൈലബിൾ വൺ. ഓക്കെ, ഗ്രേറ്റ്. രണ്ടും ബാലൻസ് ചെയ്ത് പോകണം അല്ലേ. Incumbency of the cabinet secretary is extended to 1 year. Yes. When baby starts to അല്ല നീതു, babies plural അല്ലേ, അപ്പൊ സ്റ്റാർട്ട്സ് വരുമോ? ഇല്ല. സിംഗുലർ വെർബിന് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വെർബ്. അപ്പൊ when babies start to walk, conventionally they fell down അല്ല, they fall down. പാസ്റ്റ് ടെൻസ് കൊടുക്കേണ്ട കാര്യം എന്താ? അത് പ്രസന്റ് ടെൻസിലെ സെന്റൻസ് അല്ലേ. അപ്പൊ എന്ത് കൊടുക്കണം? when babies start to walk, conventionally they fall down and again go for a try. All right. അപ്പോൾ again അവസാനം കൊടുക്കണം. and go for a try again and go for a try again അങ്ങനെ കൊടുക്കണം കേട്ടോ നീതു, മനസ്സിലായോ? when babies start to walk conventionally they fall down and go for a walk again, try again. Sorry. Even though Ukraine is not a member in NATO, they are providing missiles for Ukraine to fight against their arch enemy Russia. Yes. പുതിയ ചെയ്തികൾ വരുത്തുന്ന സ്പ്രൗട്ട് എന്ന് അല്ലേ പറയാം. പുതിയ ചെടികൾ, അത് സ്പ്രൗട്ട്. സ്പേർട്ട് വേറെ, സ്പ്രൗട്ട് കറക്റ്റാ. ചെറുതായിട്ട് സ്പ്രൗട്ട് ചെയ്യുന്ന എന്താ അർത്ഥം? സ്പ്രൗട്ട് ചെയ്ത് വരിക. ജെർമിനേഷൻ അറിയില്ലേ? ജെർമിനേഷൻ, ചെറിയ ഒരു സീഡിൽ നിന്ന് സീഡ്ലിംഗ് ഉണ്ടായി വരുന്ന സ്പ്രൗട്ട് ചെയ്യുക, അതാണ് സ്പ്രൗട്ട്. അത് വേറെ. സ്പ്രൗട്ട്സ് കഴിക്കാം. നമ്മുടെ ഡയറ്റിൽ സ്പ്രൗട്ട്സ് മുളപ്പിച്ച ഇത് കഴിക്കണമെന്ന് പറയും. സ്പ്രൗട്ട്സ് അല്ലേ, അറിയത്തില്ലേ? പൾസസ് ആൻഡ് സ്പ്രൗട്ട്സ് ഒരുപാട് കഴിക്കണം, നമ്മുടെ ഡെയിലി ഡയറ്റിൽ അത് വേണമെന്ന് പറയും അല്ലേ. പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം നമ്മുടെ ഫുഡ്, എന്നാലേ നമുക്ക് ഹെൽത്ത് നന്നായി നോക്കുവാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ കാബ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട് അറിവുള്ള ഡോക്ടേഴ്സ് അല്ലേ. ഡോക്ടേഴ്സ് പറയും ഈ നമ്മൾ അരി ആഹാരം അല്ലെങ്കിൽ കാബ് ഒരുപാട് കഴിക്കാതെ സ്പ്രൗട്ട്സ് ഒക്കെ ഡെയിലി ഡയറ്റിൽ കൂട്ടുക, വെജീസ് കൂട്ടുക, എന്നാൽ ഗ്രീൻസ് കൂട്ടുക എന്നൊക്കെ പറയുന്ന ഓർമ്മയില്ലേ? അതെന്താ? അത് ഈ സ്പ്രൗട്ട് പറയുന്ന ജെർമിനേഷനിലെ മുളച്ചു വരുന്ന വിത്ത്, അതിനെയല്ലേ പറയുന്നത്? അത് കറക്റ്റാ, അത് സ്പ്രൗട്ടാ, ഇറ്റ്സ് നോട്ട് സ്പേർട്ട്. വ്യത്യാസമുണ്ടേ, മാറിപ്പോയത് കേട്ടോ. ഓക്കെ, ഷി വാസ് സ്പോർട്ടിങ് ഔട്ട് നോൺസെൻസ്. ഒരു സെക്കൻഡ്, ആ സ്പേർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ശരിയാക്കി തരാം നിങ്ങൾക്ക്. അതിൻ്റെ ഒരു കാര്യം ഞാൻ ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം.
ഈ സ്പോട്ടിലെ വേർബും ഉണ്ട് കേട്ടോ. അത് നേരത്തെ ശ്രീരാഗ് ചോദിച്ചില്ലേ, ഞാൻ പെട്ടെന്ന് എഴുതിയതിന്റെ തിരക്കില് വേർബും കൂടി ഉണ്ട്. വേർബ് ഇല്ലായ്മയൊന്നുമില്ല, വേർബ് ഉണ്ട്. സ്പോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ, സ്പോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് പറയുന്നുണ്ട്, ഫൗണ്ടൻ, വെള്ളത്തിന് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന അവസ്ഥയില്ലേ, അതിനെയാണ് സ്പോട്ട് എന്ന് പറയാം. വേറെ മീനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലായ്മയൊന്നുമില്ല, വേറെ മീനിങ് ഉണ്ട്. വേറെ മീനിങ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, വേർബായിട്ട്. ഇപ്പൊ വേർബായിട്ട് നമുക്ക് അതിനെ എഴുതാം. വേർബായിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. അത് ഞാൻ ഇൻവോൾവ് ചെയ്ത് നിങ്ങൾക്ക് തരാം കേട്ടോ. സ്പോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്പ്രേ ചെയ്യാം കേട്ടോ. ഷൂട്ട് ചെയ്യുക, സ്പ്രേ ചെയ്യുക. ഓക്കെ, ഗഷ് ഔട്ട് ചെയ്യുക, അത് തന്നെ അർത്ഥം, ഗഷ് ഔട്ട് ചെയ്യുക, സ്പ്രേ ചെയ്യുക. ഈ സാധനത്തിന്റെ അതേ മീനിങ് എന്താണ്, നൗൺ ഫോർമുലേഷൻ അതേ വേർബ് ആണ് കേട്ടോ. പോർ ചെയ്യുക, ഒഴിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതാണ് പമ്പ് ചെയ്യുക, മനസ്സിലായോ? പമ്പ് ചെയ്യുക, പമ്പ് ചെയ്യുക, പോർ ചെയ്യുക, സ്പ്രേ ചെയ്യുക, ഷൂട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഈ പറയുന്ന സ്പോർട്ടിന്റെ അർത്ഥം. അതാണ് സ്പോർട്ട് കേട്ടോ. അപ്പോൾ സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ വെയില് സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡോൾഫിൻസ് വെള്ളം സ്പ്രേ ചെയ്യാന്ന് പറയില്ലേ, സെയിമാ, കറക്റ്റ് കാര്യമാണ് കേട്ടോ. പക്ഷെ സ്പ്രൗട്ട് ഇസ് ഡിഫറെന്റ്. അത് മറന്നു വരുത്, മാറിപ്പോരുത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഓക്കെ, യാ. അപ്പൊ ഇത് കറക്റ്റ്. ഷീ വാസ് സ്പോട്ടിങ് ഔട്ട് നോൺസെൻസ്. അവൾ ഒരുമാതിരി അല്ലെ സ്പോട്ട് ഔട്ട് ചെയ്യാണ്. നമ്മളിങ്ങനെ പറയാറുണ്ട്, സ്പ്രേ ചെയ്യുന്നു, പമ്പ് ചെയ്യുന്നുണ്ട്, പറയാം, കറക്റ്റ് ആണ് കേട്ടോ, അതിലൊരു തെറ്റുമില്ല. ഓക്കെ, അടുത്തത് the patronage of poor students achieve secured job. Okay, support of poor students achieve. അതാണ് ഉദ്ദേശിച്ചത്, സപ്പോർട്ടാണ് ഉദ്ദേശിച്ചത്, അതോ അല്ലേ? അതല്ല ഉദ്ദേശിച്ചത്. അപ്പൊ കുട്ടികളുടെ സപ്പോർട്ട്, പോർ സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് അല്ല, ഇങ്ങനെ പറയാം, patronage for poor students will help them to achieve secured job. കേട്ടോ, the patronage ഫോർ പ്യുവർ സ്റ്റുഡൻസ്, പുവർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സപ്പോർട്ട് അവർക്ക് പുതിയ ജോബ് അച്ചീവ് ചെയ്യാൻ സഹായിക്കും. വിൽ ഹെൽപ് ദം ടു അച്ചീവ് ഓർ ഹെൽപ്സ് ദം ടു അച്ചീവ് സെക്യൂർഡ് ജോബ് എന്ന് കൊടുക്കുക കേട്ടോ അജിത്തെ. അതാണ് സെന്റൻസ്. ഈവൻ ദോ ഐ ഡിഡ് നത്തിങ് റോങ് വിത്ത് ഹെർ, ഷീ ഓൾവേസ് ട്രീറ്റഡ് മീ ആസ് ആൻ ആർച്ച് എനിമി. ഓക്കെ, ദ ട്രെയിൻ ബിഗാൻ ടു മൂവ് ഇൻ ഷോർട്ട് സ്പേർട്സ് വിത്ത് നാസി സൗണ്ട്. ഓക്കെ, IPL 2022 patronage had taken by Tata Group. Okay, IPL patronage of XXX is repealed by BCCI. Okay, athletes must be provided with and provided idalla, provided with athletes must be provided with adequate patronage for their career, which will support the number of medals at the Olympics. Yeah, bonus giving to workers viable to അങ്ങനെ അവിടെ വേർബ് ഇവിടെ അജിത്ത്, അവിടെ വേർബില്ല. ബോണസ് ഗിവിംഗ് ടു വർക്കേഴ്സ്, ബോണസ് ഇങ്ങനെ കൊടുക്കണം, ഗിവിംഗ് ടു അല്ല അവിടെ വരണ്ട. അവിടെ നമ്മൾ പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കണം. എങ്ങനെ വെച്ചാൽ ബോണസ് ഗിവൻ ടു വർക്കേഴ്സിന് കൊടുക്കുന്ന ബോണസ്, അതല്ലേ അജിത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബോണസ് ഗിവൻ ടു വർക്കേഴ്സ് ഈസ് വയബിൾ ടു അച്ചീവ് പ്രോഫിറ്റ്. ബോണസ് ഗിവൻ ടു വർക്കേഴ്സ് ഈസ് വയബിൾ ടു അച്ചീവ് പ്രോഫിറ്റ് കേട്ടോ. India defeated their arch rivals Pakistan in World T20. Yes, teacher gave patronage to her student lifelong as she is sure that he will sport beautifully in future. Yeah. Okay. അവിടെ സ്പ്രൗട്ട് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, പൊട്ടി ഇതാക്കുന്നത് അല്ലെ, അവൻ വലുതാകും, അവൻ ആ സ്പ്രൗട്ടാ അട്ടപാർവതി. ഇവിടെ സ്പേർട്ട് കറക്റ്റ് അല്ല, അവിടെ പമ്പ് ചെയ്യുക, ഒരു കാര്യം പൊട്ടിപ്പുറപ്പെടുവിക്കുക എന്നൊക്കെയാണ്. ഇതങ്ങനെയല്ലല്ലോ, ആ അർത്ഥമല്ലല്ലോ. അപ്പൊ സ്പ്രൗട്ട് ആണ് ഇവിടെ കറക്റ്റ്. Arch enemies can act as a catalyst to chase our dreams. Okay, nowadays other countries consider China as arch enemy. Okay, children will go through many growth sports in early childhood. Okay, sport of water is amusement park is overwhelmed by അല്ല, water is overwhelmed അല്ല, children is overwhelmed by the water ആണ്, കറക്റ്റ് ആണ് കേട്ടോ. Water is overwhelmed by the kids അല്ല, kids are overwhelmed by the sport of water in the amusement park. എങ്ങനെ കൊടുക്കണം നീതു? ഒന്നെങ്കിൽ പാസിവൈസേഷൻ ആ കൊടുക്കുന്നതെങ്കിൽ നീതു ഇങ്ങനെ കൊടുക്കണം, കിഡ്സ് ആർ ഓവർവെൽംഡ് ബൈ ദ സ്പോട്ട് ഓഫ് വാട്ടർ ഇൻ അമ്യൂസ്മെന്റ് പാർക്ക്. അല്ലെങ്കിൽ പാസീവ് അല്ല, ആക്റ്റീവിൽ കൊടുക്കണമെങ്കിൽ സ്പോട്ട് ഓഫ് വാട്ടർ ഇൻ അമ്യൂസ്മെന്റ് പാർക്ക് ഓവർവെൽംഡ് കിഡ്സ്. ഈസോട് വേണ്ട, ബൈയോട് വേണ്ട. മനസ്സിലായോ? കറക്റ്റ് ആയോ? പാസീവ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഓവർവെൽംഡ് ആവുന്നു? കാരണം ആരാ? സ്പോട്ട് ഓഫ് വാട്ടർ അല്ലെ? അപ്പൊ ഈസ് ഓവർവെൽംഡ് ബൈ ആണോ? അല്ല, കുട്ടികൾ ഓവർവെൽം ചെയ്യപ്പെടുന്നതിന്റെ അല്ലേ കാരണമല്ലേ? അപ്പോ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അക്കോർഡിംഗ് ടു ടെലികോം അതോറിറ്റി of India, 5G network system is viable that can access network system in rural sectors also. All right. US President Biden warned its foremost arch enemy, Russia, that they will face consequence if they invade Ukraine. Yeah. Our basketball club got a patronage after we have made an impression by reaching the quarterfinals in the tournament. Yes. Yeah.
Central government repeated Article 370 subsequently, and emotional damage spotted among Kashmir people. Yes. There was a spot in the sales of two-wheelers as there was no rush, correct? No public transportation facilities available during the pandemic. Great, Nina. Yeah, okay, Neetu. Even now, രണ്ട് വാക്കാണ് സോന്. even now, ഇപ്പോഴും, even now, okay കേട്ടോ, രണ്ട് വാക്കാണ്, ഒറ്റയല്ല. even though രണ്ടല്ലേ, even now രണ്ടാണ്. The viability of Silver Line project is vague ആണോ? vague ആണ്, കറക്റ്റാ, vague ആണ്. Moving on to next set. അടുത്തത് ലാസ്റ്റ് സെറ്റ് ആണ് ഇത്. റിസെന്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും ഒരാളുടെ ഒരു സ്വഭാവം കൊണ്ടോ അല്ലെ ഒരാളോടൊക്കെ നമുക്കൊരു റിസെന്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു താല്പര്യമില്ല, വി ഫീൽ ബിറ്റ്, എന്തോ ഒരു ദേഷ്യം എല്ലാം ഉണ്ട്, എന്തോ ഒരു കാര്യം കൊണ്ട് ഒരു എതിർപ്പ്, താല്പര്യമില്ലായ്മ, ബിറ്റർനെസ്, ഇൻഡിഗ്നേഷൻ അല്ലെങ്കിൽ ഇറിറ്റേഷൻ, റിസെന്റ്മെന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്ക് ഡാംപൻ ഇസ് എ വേർബ്. റിസെന്റ്മെന്റ് നൗണാണ്. മെന്റ് കണ്ടില്ലേ, മെന്റ് എന്ന് കണ്ട അമെൻമെന്റ് അല്ലെ, അമ്യൂസ്മെന്റ്, വേർബിന്റെ കൂടെ MENT ഇട്ട് കൊടുത്താൽ നമുക്കറിയാം അവിടെ നൗൺ കിട്ടി, മെന്റ് അല്ലെ, അസസ്മെന്റ് ഒക്കെ. അടുത്തത് ഡാംപൻ. ഡാംപൻ എന്ന് പറഞ്ഞാൽ വേർബാണ്. ഡാംപൻ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, രണ്ട് രീതിയിൽ വേർബായിട്ട് പറയാം. ഒന്ന് മോയിസ്റ്റൻ ചെയ്യുക, നനയ്ക്കുക, അല്ലെങ്കിൽ വെറ്റ്, നനയ്ക്കുക കേട്ടോ, ഡാംപൻ. അല്ലെങ്കിൽ കാരണം ഡാമ്പ് എന്നൊക്കെ കേട്ടില്ലേ, ഡാമ്പ് അതാണ്. ഓക്കെ. അടുത്തത് ഡാംപൻ ചെയ്യാന്ന് പറഞ്ഞാൽ ലെസൺ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക. വേർബാണ്. ലെസൺ, ഡിക്രീസ്, ഡിമിനിഷ്, ഡാംപൻ. ഓക്കെ. അപ്പൊ ഡാംപൻ ദ സൊസൈറ്റി, ഡാംപൻ ദി ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ കുറയ്ക്കും, ഗ്രോത്ത് കുറയ്ക്കും എന്നർത്ഥം. അടുത്ത ബോർഡ്. വേർബാണ്. ബോർഡ് ഇന്നാൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബോർഡ് വെൽ എന്ന് പറഞ്ഞാൽ ഓഗർ. ഓഗർ മീൻസ് വാട്ട്? ഓഗർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓഗർ മീൻസ് നമ്മൾ ഓഗർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓഗർ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്. ഒരു സെക്കൻഡ്, ഓഗറിന്റെ സ്പെല്ലിങ് എനിക്ക് തെറ്റിപ്പോയോ എന്ന് ഡൗട്ട്. UR ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഓഗർ എന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യാം, എന്താ പറയുക, പ്രിഡിക്റ്റ് ചെയ്യാം. ഓഗറിന്റെ സ്പെല്ലിങ് ഇത് ഇല്ല കേട്ടോ. ഈ ഓഗർ ER ഉണ്ട്, പക്ഷേ അത് എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓഗർ UR ആണ്. എനിക്കറിയായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഇറ്റ്സ് ഓഗർ. ഓഗർ മീൻസ് പ്രിഡിക്റ്റ് ചെയ്യുക, പ്രസേജ് പ്രിഡിക്റ്റ് ചെയ്യുക, പോർട്ടന്റ് പ്രിഡിക്റ്റ് ചെയ്യുക, ഓർ ഫോർട്ടൽ ചെയ്യുക, മുൻകൂട്ടി പറയുക, പ്രൊഫസി അല്ലെ, ഒരു കാര്യം പ്രൊഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഫസി. പ്രൊഫസിയുടെ SY വേർബാണ്, പക്ഷേ നമുക്ക് വേറൊരെണ്ണം ഉണ്ട്, CY ഉണ്ട്. പ്രൊഫസി അത് നൗണാണ്, ഇത് നൗണാ. പ്രൊഫസി CY നൗണും പ്രൊഫസി SY വേർബും ആണ്. മാറിപ്പോരുതേ, അത് മനസ്സിലുണ്ടായിരിക്കണം. SY വേർബാണ്. പ്രൊഫസീഡ് അല്ലെ, പ്രൊഫസി പ്രവചിച്ചു, പ്രൊഫസി SY. പ്രവചിക്കുക is SY, പ്രവചനം is CY. മറന്നുപോരുതേ, ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഒന്ന് നോട്ട് ചെയ്തോണേ. പ്രൊഫസി എന്ന് പറഞ്ഞാൽ പ്രവചനം, നൗണ് CY ആണ്. SY ആണെങ്കിൽ അതെന്തായി? ഓൾറെഡി ലൈസൻസ് ഒക്കെ പറയുമ്പോൾ ഞാൻ S പറയില്ല, അപ്പൊ S ഒന്ന് ഓർത്ത് വെച്ചോ. S എപ്പോഴും എന്തായിരിക്കും? വേർബാണ്. C എപ്പോഴും എന്തായിരിക്കും? നൗണാണ്. മറക്കൂലല്ലോ. അഡ്വൈസ്, ലൈസൻസ്, പ്രാക്ടീസ്, ഒഫൻസ്, ഡിഫെൻസ് എല്ലായിടത്തും ഉണ്ടല്ലേ, ലൈസൻസ് ഒക്കെ. അടുത്തവണ അസ്റ്റ്യൂട്ട്ലി. അസ്റ്റ്യൂട്ട്ലി മീൻസ് അഡ്വേർബാണ്. അസ്റ്റ്യൂട്ട് എന്ന വാക്കിന്റെ, അസ്റ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഷ്രൂഡാണ്, നല്ല ബുദ്ധിയുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള, സെൻസിബിൾ ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള, ഷാർപ്പ് ആയിട്ടുള്ള എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ അസ്റ്റ്യൂട്ട്ലി ഞാൻ ഓർത്തോണേ, അസ്റ്റ്യൂട്ട്ലി എന്ന് പറയുമ്പോൾ അസ്റ്റ്യൂട്ട് ഇസ് എൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിന്റെ കൂടെ എൽവ ഇട്ട് കൊടുത്താൽ അഡ്വേർബ് കിട്ടും. സോ അസ്റ്റ്യൂട്ട് എന്ന അഡ്വേർബിന്റെ അർത്ഥം ഷാർപ്പ് എന്നൊക്കെയാണ്. അപ്പോ ഷാർപ്ലി, അക്യുറേറ്റ്ലി, ഷാർപ്ലി, ആക്യുറേറ്റ്ലി, ഷൂഡ്, ഷൂഡ്ലി എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഷൂഡ്ലി നല്ല കണ്ണിങ്ലി അല്ലേ, അതാവത്തെ. ഷുഡ്ലി, ആക്യുറേറ്റ്ലി, ഇന്റലിജന്റ്ലി, സെൻസിബിളി എന്നൊക്കെയാണ് അസ്റ്റ്യൂട്ട്ലി എന്നുള്ള വാക്കിന്റെ അർത്ഥം. മറന്നു പോരുതേ. അസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. ഷാർപ്പ്, അക്യുറേറ്റ്, ഇന്റലിജന്റ്, ഷൂഡ്, സെൻസിബിൾ എന്നൊക്കെയാണ് അസ്റ്റ്യൂട്ട് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. അല്ലെ അഡ്വേർബിന്റെ അർത്ഥം ഈ പറഞ്ഞ എൽവ ഇട്ട് കൊടുത്താൽ മതി, വേർഡ് ഒക്കെ കൂടെ. അടുത്തത് ഇന്നെവിറ്റബിൾ. അത് ഇന്നെവിറ്റബിൾ ആണ്, അതായത് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തത്. അൺഅവോയ്ഡബിൾ, ഇൻഎസ്കേപ്പബിൾ, സർട്ടൻ, ഫോർ ഷോർ. ഷോർ ആണ്, ഒരു മാറ്റവും ഇല്ലാത്ത നിർബന്ധമാണ്, ഉറപ്പായിട്ടും വരും, ഉറപ്പാ. ഇറ്റ്സ് ഷോർ, ഇറ്റ്സ് ഇന്നെവിറ്റബിൾ, അൺഅവോയ്ഡബിൾ ആണിത്. ഇൻഎസ്കേപ്പബിൾ ആണ്, നമുക്കതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനൊരു വഴിയില്ല, എന്തായാലും അത് വരും. ദാറ്റ് സർട്ടൻ, ഷോർ ആണ്. ദാറ്റ് ഇസ് ഇന്നെവിറ്റബിൾ അഡ്ജക്റ്റീവ്. അറിയാൻ തോന്നുന്നു അല്ലേ. ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് അവർ ലൈഫ്. എയർ ഇസ് ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് അവർ ലൈഫ്. വാട്ടർ ഇസ് ഇന്നെവിറ്റബിൾ ഇൻ അവർ ലൈഫ്. കേട്ടിട്ടില്ലേ? ദാറ്റ് മീൻസ് അത് സർട്ടൻ ആണ്, നിർബന്ധമായിട്ടും വേണം, ഷോർ ആണ്. അതിൽ നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല, വെള്ളം വേണം അല്ലേ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത സസ്റ്റനൻസ്. സസ്റ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നൗണാണ്. സസ്റ്റെയിൻ അല്ലെ, സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ള ഇതിൻ്റെയാണ് സസ്റ്റനൻസ് കേട്ടോ, മറക്കണ്ട. സസ്റ്റെയിൻ ചെയ്യുക, നിലനിൽക്കുക അല്ലെ, സസ്റ്റെയിൻ ചെയ്യുക. സസ്റ്റെയിനബിൾ, സസ്റ്റെയിൻ വേർബ്. സസ്റ്റെയിനബിൾ എൻവയോൺമെന്റ്, സസ്റ്റെയിനബിൾ ഡെവലപ്മെന്റിലെ സസ്റ്റെയിനബിൾ അഡ്ജക്റ്റീവ്. സസ്റ്റനൻസ് നൗൺ. നറിഷ്മെന്റ്, സപ്പോർട്ട്,
മീൻസ് ഇൻകം, ഒന്ന് നറിഷ്മെന്റ് സപ്പോർട്ട് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മീൻസ് വരുമാനം, നമ്മുടെ ഡെയിലി വരുമാനമില്ലേ, ഇൻകം എന്നൊക്കെയാണ് സസ്റ്റനൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. മറന്നു പോരുതേ, ഇമ്പോർട്ടൻ്റ് ആണ് സസ്റ്റനൻസ് എന്ന വാക്ക്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കട്ടെ. It is viable that there is 100% attendance in the company during the pandemic? അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. കാര്യം സിമി അല്ലെങ്കിൽ അനന്യ അവിടെ നമ്മൾ ചോദിക്കുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്ത് കൊടുക്കണം? Is it viable that there is 100% attendance in the company during the pandemic? Question ചോദ്യമാണ്. Is it feasible for you to take up the whole burden of your family all alone and to revoke the loans that have to be paid back? Who became your arch enemy? ഇത്രയും വലിയ ക്വസ്റ്റൻ ഒന്നും എടുക്കരുത്, എവിടെ ഇടരുത്, അത് വേറെ ക്വസ്റ്റൻ കറക്റ്റ് ആണ്. who became എന്നാണ്. കേട്ടോ. Metroman Sridharan questioned about the viability of Silver Line project. Okay, it is not viable decision to repeal the patronage for the minority by the government. Okay, protests made by advocates resulted in repealing the current amendments in civil rules. Okay, the reason for his success in business is nothing but the viable approach towards the problem. Great. The brilliant students get patronage for their higher education. Okay. C vannal noun, S vannal verb. Adege sure. Yes. Practice, advice. Yes. Our former officer boarded about the success of that project. Later it was proved that his words were astutely correct. Great. All right. The prophecy by the witches was an inevitable fate for Macbeth. Oh, literature കാര്യമാണോ? യെസ്. ഇന്നാണ് എന്നോട് പേര് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു. പേരെനിക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ ലൈവിൽ വരാറില്ലായിരുന്നല്ലോ. ഇപ്പോൾ വീണ്ടും വരുന്ന ആളാണ്. അതുകൊണ്ട് പേര് ഞാൻ മറന്നുപോയി. എനിക്ക് പേര് പറയാവോ? ഓക്കെ. ഡെത്ത് ഈസ് ആൻ ഇന്നെവിറ്റബിൾ ഗസ്റ്റ് ഇൻ എവറി വൺസ് ലൈഫ്. യെസ്, ഇറ്റ് ഈസ്. Resentment is a part of life. However, you can dampen the intensity of the same. All right. The board of the priest is always true. അവിടെ ബോർഡ് എന്ന് പറയുന്നതേ വേർബ് ആയിട്ടാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ബോർഡ് BODE ബോർഡില്ലേ, അത് നമ്മൾ പ്രൊഫസി എന്ന് പറയുന്ന ബോർഡിനെ നമ്മൾ നൗൺ ആയിട്ട് ഉപയോഗിക്കാറില്ല, വേർബായിട്ട് മാത്രം ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഡോണ്ട് എവർ യൂസ് ഇറ്റ് ആസ് എ നൗൺ. കേട്ടോ, വേർബ് മാത്രമാണ്. അപ്പൊ ദ ബോർഡ് എന്ന് പറയില്ല. വേണമെങ്കിൽ ദ പ്രൊഡിക്ഷൻ എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ദ പ്രൊഫസി എന്ന് കൊടുത്തു. കേട്ടോ, അവിടെ ദ ബോർഡ് എന്ന് കൊടുക്കരുത്. കേട്ടോ, ഓക്കെ ആണോ സിമി? ദ ബോർഡ് കൊടുക്കില്ല. ദ പ്രൊഫസി ഓഫ് ദ പ്രീസ്റ്റ് ഈസ് ഓൾവേസ് ട്രൂ. ഓക്കെ. Doctors boarded the outcome of dampening alertness among the people. Okay. Sustenance among the members of a family makes him happy. Okay. Anu. Okay, Anu. Yes, noted, Anu. Okay. Children who lost their parents during pandemic got sustenance from government. All right. Yes. Okay. അപ്പോൾ സെറ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ വൊക്കാബും മനസ്സിലായെങ്കിൽ നമുക്ക് ദ ആർട്ടിക്കിളോട്ടോ. ദിസ് ഇസ് ആർട്ടിക്കിൾ ഫോർ ടുഡേ. ടേൺ ഔട്ട് ഇൻഡിക്കേഷൻസ്. അറ്റൻഡൻസിന്റെ ഇൻഡിക്കേഷൻ, എത്ര പേര് വോട്ട് ചെയ്യും എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻസ്. ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളൂ അതിൻ്റെ ഒരു ഇത് അല്ല, ഇൻഡിക്കേറ്ററാണ് ഇൻഡിക്കേഷൻസ്. അതിൻ്റെ ഒരു കണക്ക് അല്ലെ, അറിവ് അല്ല ഇൻഡിക്കേറ്റർ. അതിൻ്റെ ഒരു റിവീൽ ചെയ്യുന്നത് എന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ, അല്ല ഇൻഡിക്കേഷൻ സിമ്പിൾ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ ഇതാണ്, ടേൺ ഔട്ട് ഇൻഡിക്കേഷൻ. അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും തംസ് അപ്പ് ഇട്ടേ. ആൻഡ് ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യേണ്ടതായിരുന്നു ഞാൻ പറയണോ? ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ടേൺ ഔട്ട് ഇൻഡിക്കേഷൻസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വന്നോ. ക്യാപ്റ്റൻ അമേരിക്ക is an inevitable one in Avengers. DC fans are getting resentment on hearing the word Marvel. Yeah. My confidence dampened when I saw the question paper like a wet cracker. Okay. National calamities are inevitable. Yeah. Economist is bothered about Indian economy. Yeah. People expect economic sustenance from that part of the center to overcome the inflation. The breakup caused him resentment. Yes. Sustenance from the of my family. The members of my family. Kishore, the dash of my family. The members of my family. Friend ano. The dash of my friends. The dash of my friends. During exam time is inevitable to me to go further. Inevitable questions are discussing in the last classes of Adam. Inevitable questions are discussing alla. Are discussed. ഇവിടെ ആശ ഉപയോഗിച്ചിരിക്കുന്ന പാസീവ് വോയിസ് ആണ്. ഇന്നോവേറ്റബിൾ ക്വസ്റ്റൻസ് ആർ ഡിസ്കസ്. അതായത് ഫാക്കൽറ്റീസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫാക്കൽറ്റീസ് ഡിസ്കസ് അല്ലേ, അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഇന്നോവേറ്റബിൾ ക്വസ്റ്റൻസ് ആർ ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്സസ് ഓഫ് അഡ. ഓക്കെ, ക്ലിയർ? പോകാം, നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. ഓക്കെ പീപ്പിൾ. സോ ഓക്കെ പാർട്ട് അപ്പോൾ കറക്റ്റാ. ദ ഫ്രാഗ്മെന്റ്
Fragmented politic depresses turnout in Punjab. UP's polls indicate a closer barrel. അപ്പോൾ പറഞ്ഞു പഞ്ചാബിന്റെ അവസ്ഥ എന്താ? ഫ്രാഗ്മെന്റഡ് ആണ് പൊളിറ്റി. അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ഫ്രാഗ്മെന്റഡ് ആണ്. മൊത്തം കുളമായിട്ടിരിക്കുവാണ്. അത് എന്താണ്? ടേൺ ഔട്ടിനെ, അറ്റൻഡൻസിനെ കുറയ്ക്കും, ഡിപ്രസീവ് ലെസൺ ചെയ്യും, കുറയ്ക്കും. ഓക്കെ, റെഡ്യൂസ് ചെയ്യും. പഞ്ചാബിൽ കുറയുന്നു. പിന്നെ ഉത്തർപ്രദേശിന്റെ കാര്യമാണെങ്കിലോ, ഉത്തർപ്രദേശിന്റെ പോൾസ് ഇൻഡിക്കേറ്റ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ക്ലോസ് ബാറ്റിൽ, നല്ലൊരു ബാറ്റിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത് UPയുടെ കാര്യത്തിൽ. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. ഇഫ് റീസെന്റ് ഇലക്ഷൻസ് ആർ എനിത്തിങ് ടു ഗോ ബൈ, എ റിഫ്ലക്ഷൻ ഓഫ് ദ ട്രൂ സെൽഫ്, നല്ലൊരു റിഫ്ലക്ഷൻ ആണ് വരാൻ പോകുന്നത് എങ്കിൽ, ടേൺ ഔട്ട് നമ്പേഴ്സ് ആർ നോ ഇൻഡിക്കേഷൻ ഓഫ് വിച്ച് വേ ദ മാൻഡേറ്റ് ഇസ് സ്വിമ്മിങ്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഇലക്ഷൻ നമ്പർ അനുസരിച്ച്, ടേൺ ഔട്ട് അനുസരിച്ച്, അറ്റൻഡൻസ് അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ആ ഇൻഡിക്കേഷൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വി കെ നോട്ട് സേ എനിത്തിങ്. ബിക്കോസ് എങ്ങനെയാണ് ഇതിന്റെ അപ്രൂവൽ പോകുന്നത്, ഓതറൈസേഷൻ പോകുന്നത് എന്ന് നമുക്ക് പറയാം, ഡയറക്റ്റീവ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് സ്വിങ്ങിങ്. അതിനൊരു ചാഞ്ചാട്ടമാണ്. Conventional wisdom has been that high turnout numbers correspond to an anti-incumbency effect. And indeed, a sudden spurt in voting numbers could indicate a verve in the particular direction. But with voter turnouts, especially among the poor, going up significantly in recent years across India, chances in turnout numbers offer little by the way of explaining. അപ്പോൾ സാധാരണ ടേൺ ഔട്ട് കൂടി വരുമ്പോൾ, അതായത് അറ്റൻഡൻസ് നമ്പർ, ടേൺ ഔട്ട് നമ്പേഴ്സ് കൂടുകയാണെങ്കിൽ, ഹൈ ടേൺ ഔട്ട് നമ്പർ കൂടുകയാണെങ്കിൽ, ഒരു കൺവെൻഷണൽ വിസ്ഡം അനുസരിച്ച്, സാധാരണയായിട്ടൊരു നമ്മുടെ ഒരു അറിവ് അനുസരിച്ച്, നമുക്ക് മനസ്സിലാവുന്നതിനനുസരിച്ച്. ഹായ്, നെറ്റിന് ചെറുതായിട്ടൊരു ഫ്ലക്ച്വേഷൻ വന്നതാണേ. പമ്പരം കറങ്ങിയിരിക്കുവാണല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോവാം. ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ സാധാരണ പ്രത്യേകിച്ചൊരു മാറ്റമുണ്ട്. ടേൺ ഔട്ടിലെ നമ്പർ കൂടുതലുണ്ടെങ്കിൽ, ആൾക്കാർ വന്ന് ഒരുപാട് ആൾക്കാർ വന്ന് എന്ത് ചെയ്യുക, വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ദ ഡ്രോപ്പ് ഇൻ വോട്ടർ ടേൺ ഔട്ട് ഇൻ പഞ്ചാബ് ഫ്രം 77.4 in 2017 to 71.92 in 2022, however, indicates a certain frustration with the polity in the state. In the last few months, there have been drastic changes in the party system following the removal of Captain Amarinder Singh from the Chief Minister's post, his leaving the Congress and joining hands with erstwhile archenemy, the BJP. The anger over the farm laws that were later repealed was felt the most in rural Punjab, and the farm agitations against the centre's policies should have provided a viable path for the ruling Congress to. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വ്യത്യാസം വരാൻ ചാൻസ് കുറവാണ് ഈ പറയുന്ന റൂളിംഗ് പാർട്ടിയിൽ വരുന്ന കഴിഞ്ഞ ഇയേഴ്സ് ആയിട്ട് കാണിക്കുന്ന ഡേറ്റ അനുസരിച്ച്. പക്ഷേ പഞ്ചാബിലെ കാര്യത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം എന്താ വെച്ചാൽ പഞ്ചാബിൽ കഴിഞ്ഞ 2017 പഞ്ചാബിൽ വന്ന പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 77.4 ആണ്. എന്നാൽ 2017 കേട്ടോ. എന്നാൽ ഈ വർഷം വരാൻ പോകുന്നത് 2022 കാണിക്കുന്നത് 71.92 ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഇതിൽ നല്ല മാറ്റം വരാനുണ്ട്. പഞ്ചാബിലെ അവസ്ഥ വ്യത്യാസമുണ്ട്. കാര്യം എന്തുകൊണ്ടാ? ഓക്കെ, അപ്പൊ പഞ്ചാബിൽ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. പഞ്ചാബിൽ നല്ല മാറ്റമുണ്ട്. പഞ്ചാബിലെ പ്രശ്നത്തിന് വ്യത്യാസമുണ്ട്. കാര്യം വെച്ചാൽ നമ്മുടെ പഞ്ചാബ് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സെനേരിയോയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. കാര്യം വെച്ചാൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വലിയ ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് അനുഭവിച്ച ഒരു ഏരിയ ആണ് പഞ്ചാബ് എന്ന ഒരു ഇലക്ട്രേറ്റ്, ആ ഒരു ഏരിയ. അപ്പോൾ എന്താ വെച്ചാൽ പഞ്ചാബിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ചീഫ് മിനിസ്റ്റർ പോസ്റ്റിൽ നിന്ന് അമരീന്ദർ സിംഗ് മാറിയിരുന്നു. മാറിയത് നമുക്ക് അറിയാമായിരിക്കും. ക്യാപ്റ്റൻ, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അമരീന്ദർ സിംഗ് ചീഫ് മിനിസ്റ്റർ പോസ്റ്റിൽ നിന്ന് പുള്ളിയെ റിമൂവ് ചെയ്തു. എന്നിട്ട് പുള്ളി എന്നോട്ട് പോയി, പുള്ളി കോൺഗ്രസിൽ വിട്ടിട്ട് BJPയിലോട്ട് പോയി. ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഒരു പോയിന്റ്, അതാണ് ഒരു കാര്യം, ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫാം ലോസിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, അതിനെപ്പറ്റി അതിന്റെ അമർഷം, ആങ്കർ ഓവർ ദ ഫാം ലോസിന് പറ്റി ഉള്ളൊരു കാര്യത്തെ ഓർത്തിട്ട്, ഫാം ലോസ് വളരെ പിന്നെയാണ് അത് റിപ്പീൽ ചെയ്യപ്പെട്ടത് അല്ലെ, പിന്നെയാണ് അത് ക്യാൻസൽ ചെയ്യപ്പെട്ടത്. ദാറ്റ് വർ ലേറ്റർ റിപ്പീൽഡ്, പിന്നെ അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ആദ്യത്തെ 3 ഫാം ലോസും വല്ലാണ്ട് അഫക്ട് ചെയ്തിരുന്നു പാവപ്പെട്ട കർഷകരെ. അത് റൂറൽ പഞ്ചാബിൽ ഒരുപാട് അജിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അല്ലെ. അത് സെൻട്രലിന്റെ പോളിസിക്കെതിരെ, അതായത് നമ്മുടെ BJP ഭരിക്കുന്നതാണല്ലോ, സെൻട്രൽ പോളിസിക്കെതിരായിരുന്നു. അത് ഒരു വയബിൾ പാത്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ പാത്തായിരുന്നു, ഫീസിബിൾ ആയ ഒരു പാത്തായിരുന്നു ആർക്ക്? കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദ ഇൻഫൈറ്റിംഗ് വിത്തിൻ ദ കോൺഗ്രസ് പ്രശ്നമുണ്ട്. കോൺഗ്രസിലെ ഏറ്റവും പ്രശ്നം വെച്ചാൽ കോൺഗ്രസിൽ ഇൻഫൈറ്റിംഗ് ഉണ്ട്.
വിത്തിൻ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഫൈറ്റ് ചെയ്യാം. ഒന്ന്. പിന്നെ മാത്രമല്ല ബിലേറ്റഡ്, പക്ഷേ വേറൊരു കാര്യം കൂടെ എന്ന് വെച്ചാൽ ബിലേറ്റഡ് ആയ എന്നാൽ ലോജിക്കൽ പ്രൊമോഷനായി വളരെ ബിലേറ്റഡ് ആയി ഈ ഇടയ്ക്ക് ബിലേറ്റഡ് ആയിട്ടുള്ള ഡിലേഡ് ആയി നമ്മൾ പോസ്റ്റ് ചെയ്തു ആരെ, നമ്മുടെ ഇൻകംബന്റ് ആയിട്ടുള്ള ചരൺജിത് സിംഗ് ചാനീനെ നമ്മൾ പുള്ളിക്കാരൻ ദളിത്, പഞ്ചാബിൽ ദളിത് ഇതിൽ മൈനോറിറ്റി പെടുന്ന ആളാണ്. അങ്ങേരെ നമ്മൾ എന്താക്കി പ്രൊമോട്ട് ചെയ്തായിരുന്നു ചീഫ് മിനിസ്റ്ററൽ കാൻഡിഡേറ്റ് ആയിട്ട് അങ്ങേരെ പോസ്റ്റിലോട്ട് കൊണ്ടുവന്നായിരുന്നു. അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആൾക്കാരിൽ. അതായത് കുറച്ച് വലിയ പഞ്ചാബിലെ സിംഗ് ഫാമിലിക്ക് അങ്ങനെയുള്ള ട്രൈബിലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു. അത് പ്രശ്നങ്ങളെ ഇച്ചിരി ഗുരുതരമാക്കിയായിരുന്നു. ഇറ്റ് കോംപ്ലിക്കേറ്റഡ് ദ മാറ്റേഴ്സ് ഓഫ് റൂളിംഗ് പാർട്ടി. അതും പ്രശ്നമായിരുന്നു പൊതു പാർട്ടി. അതും അവർ തമ്മിൽ വലിയ അജണ്ട വന്നു. ഇങ്ങനെ ചേരിതിരിവാണ്, കാസ്റ്റ് പൊളിറ്റിക്സ് കൊണ്ടുവരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അതായിരുന്നു നമ്മുടെ ഒരു സെനേരിയോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്സ് അനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യമുണ്ട്. റിപ്പോർട്ട്സ് ഫ്രം ദ ഗ്രൗണ്ട് സജസ്റ്റ് ദാറ്റ് ആം ആദ്മി പാർട്ടി വാസ് ഏബിൾ ടു ക്യാപിറ്റലൈസ് ഓൺ ജനറൽ റിസെന്റ്മെന്റ് വിത്ത് ദ ടു നാഷണൽ പാർട്ടീസ് ആൻഡ് ശിരോമണി അകാലി ദൾ. അപ്പോൾ ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ കുറച്ചൊരു ചാൻസ് ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിന്റെ കാര്യത്തിലും കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചാബില്. അതുപോലെ തന്നെ വലിയ പ്രശ്നമായിട്ടിരിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ BJPയുടെ കാര്യത്തിലും. അത് മാത്രമല്ല ഈ രണ്ട് നാഷണൽ പാർട്ടിയുടെ കാര്യത്തിലും, അതായത് കോൺഗ്രസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ BJPയുടെ കാര്യത്തിലും വലിയ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ് പഞ്ചാബില്. രണ്ടിനും റീസൺസ് പറഞ്ഞല്ലോ. പിന്നെ ശിരോമണി അകാലി ദൾ അവിടുത്തെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള പിന്നെ അടുത്ത ലോക്കൽ പാർട്ടിയിലും അതും എടുത്തു നോക്കിയാലും ഇവിടെ ഫ്രാഗ്മെന്റഡ് പൊളിറ്റിയും അതുപോലെ തന്നെ ജനറൽ ലാക്ക് ഓഫ് ക്ലാരിറ്റി among the issues that have affected the electorate seems to have dampened voter enthusiasm in state. അതുകൊണ്ട് തന്നെ വോട്ടേഴ്സിന് പ്രത്യേകിച്ച് ഒരു എന്തൂസിയാസം ഒന്നുമില്ല വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് റെഡ്യൂസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും വോട്ട് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ പഞ്ചാബിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമാണെന്നാണ് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ ഓൾ ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇൻ ദ തേർഡ് ഫേസ് ഓഫ് പോളിംഗ് ഇൻ 59 സീറ്റ്സ് ഇൻ സെൻട്രൽ ഉത്തർപ്രദേശ് ദ വോട്ടർ ടേൺഔട്ട് വാസ് 60.46. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഉത്തർപ്രദേശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, സെൻട്രൽ ഉത്തർപ്രദേശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഫേസ് ആയി അല്ലേ. മൂന്നാമത്തെ ഫേസിലോട്ട് പോകുമ്പോൾ ഉത്തർപ്രദേശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 59 സീറ്റ്സാണ് സെൻട്രൽ ഉത്തർപ്രദേശിലുള്ളത്. അതിൽ വോട്ടർ ടേൺഔട്ട്സ് 60.46 ആണ്. ഇത്ര അവരുടെ അറ്റൻഡൻസ് 60.46 ആണ്. അപ്പോൾ മാജിനലി ലോവർ ദാൻ 62 വോട്ടിംഗ് ഇൻ വോട്ടിംഗ് ഇൻ 2017 62 ആയിരുന്നു. ഇത് ആ സെയിം സീറ്റ്സിൽ 59 സീറ്റ്സ് സെയിം സീറ്റ്സിൽ തന്നെ 2017 62% ഉണ്ടെങ്കിൽ ഇപ്പോൾ 60.46% ഉള്ളൂ. As with the earlier phases, there were a higher number of voters in rural areas compared to cities. A case in point being Kanpur city, which registered only 56.14% turnout. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ പണ്ട് ഏർലിയർ ഫേസസ് വെച്ച് എടുത്ത് നോക്കുവാണെങ്കിൽ റൂറൽ ഏരിയാസിൽ റൂറൽ ഏരിയാസിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ കമ്പയർ ടു സിറ്റീസിൽ ഹയർ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഉണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഹയർ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഉണ്ട് റൂറൽ ഏരിയാസിൽ കമ്പയർ ടു ദ സിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലുണ്ട്. അത് എസ്പെഷ്യലി എടുക്കുകയാണെങ്കിൽ കാൺപൂർ സിറ്റിയിൽ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ടേൺ ഔട്ട് 56.14 ആണ്. ഓക്കെ, വിത്ത് ഐഡന്റിറ്റി പൊളിറ്റിക്സ്, വെൽഫെയർ ആൻഡ് പാറ്റർനേജ് ഡോമിനേറ്റിംഗ്. വെൽഫെയർ സ്കീംസ്, ഐഡന്റിറ്റി പൊളിറ്റിക്സ്, patronage, supporting funding കൂടെ എടുത്ത് നോക്കുമ്പോൾ dominating the narrative of the elections here, urban voters seemed less enthused. പ്രത്യേകിച്ച് അവർക്ക് വലിയ എനർജി ഒന്നുമില്ല. Less active. They are less active compared to the rural brethren, perhaps because of the lack of an adequate emphasis on civic issues in political discourse. അപ്പോൾ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നൊരിക്കൽ ഡയലോഗ് അല്ലേ, ഡയലോഗ് അല്ലെങ്കിൽ ഡിസ്കോസ് അവരുടെ ആ ഒരു ഏരിയയിൽ ആ ഒരു പ്രത്യേകിച്ച് ഉള്ള ആ ഒരു കോൺവെർസേഷൻ്റെ കാര്യത്തിൽ, ആ മീറ്റിങ്ങിൽ പൊളിറ്റിക്കലായ കാര്യത്തിൽ ഇവർക്ക് എംഫസിസ് ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതിൽ ആഡിക്വേറ്റ് എംഫസിസ് കൊടുക്കത്തില്ല, ലാക്കാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇവർക്ക് ഈ പറയുന്ന ഇവർക്ക് ബ്രത്രൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രദർഹുഡ് ഇല്ലേ, അതിനാണ് ബ്രത്രൻ എന്ന് പറയാം കേട്ടോ. ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മീനിങ് പറയാം. ആ പെർട്ടിക്കുലർ ഗ്രൂപ്പ് എന്ന് പറയാം, ബ്രദർഹുഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ്, റൂറൽ കമ്മ്യൂണിറ്റി. ആ റൂറൽ ഗ്രൂപ്പിൽ എന്താണ് അവർക്ക് പ്രത്യേകിച്ചൊരു ഇത് വരുന്നില്ല ഇപ്പം. വോട്ടിങ്ങിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അവരെടുക്കുന്ന ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉണ്ട്, വെൽഫെയർ ഉണ്ട്, പാറ്റേൺ, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കാര്യമുള്ളതുകൊണ്ട് തന്നെ ലെസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അവർ വളരെ കുറഞ്ഞിട്ടുണ്ട്. അവരുടെ ആക്റ്റീവ് ഇത് എന്തൂസിയാസം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രോബ്ലം ആയിട്ട് അത് അവസാനിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡയലോഗ് അല്ലെങ്കിൽ ഡിസ്കഷൻ എന്നൊക്കെയാണ് ഈ പറഞ്ഞ ഡിസ്കോഴ്സിൻ്റെ അർത്ഥം.
That said, ground reports from the three phases have indicated a closer contest in comparison to 2017, when the BJP had a field by sweeping district after district in the assembly polls. 2017 ഓർമ്മയുണ്ടായിരിക്കും. 2017 സമയത്ത് ഓരോ ഡിസ്ട്രിക്റ്റിന് ശേഷം മറ്റൊരു ഡിസ്ട്രിക്ട് അങ്ങനെ സ്വീപ്പ് ചെയ്ത് മൊത്തത്തിൽ തൂത്തുവാരിയതാണ് അസംബ്ലി പോൾസ്. ആര്? BJP അല്ലെ 2017. അത് വെച്ച് നോക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ക്ലോസർ കോണ്ടസ്റ്റ് നമുക്ക് UP-യിൽ പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. Okay, except in Bundelkhand വരുമ്പോൾ there has been enough of a wind behind the sails of the opposition. അവിടെ 2017 അപേക്ഷിച്ച് ഇപ്പോൾ നല്ലൊരു ബാറ്റിൽ പ്രതീക്ഷിക്കാം BJP-ക്ക്. പക്ഷേ ബണ്ടൽഖണ്ഡിൽ പേടിക്കേണ്ട കാര്യം വെച്ചാൽ അവിടെ നല്ല സപ്പോർട്ടുണ്ട്. ബിക്കോസ് ദേ ഹാസ് ബീൻ ഇനഫ് വിൻഡ് ബിഹൈൻഡ് ദി സെയിൽസ് എന്ന് ഓപ്പോസിഷനിൽ നിന്ന് നല്ല അവരെ വെച്ച് നോക്കുമ്പോൾ നല്ല സപ്പോർട്ട് ഇവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ദ സമാജ്വാദി പാർട്ടി ലെഡ് കോളിഷൻ ഇൻ പെർട്ടിക്കുലർ, and അവർക്ക് സമാജ്വാദി പാർട്ടിയുടെ കോളിഷൻ അവിടെയുണ്ട്. And the high-pitched third-phase campaigns in the potato-growing areas are an indication that election is not done and dusted. കംപ്ലീറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നോക്കുവാണെങ്കിൽ, ബണ്ടൽഖണ്ഡിൽ എടുത്തൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ദേ ആർ കംപ്ലീറ്റ്ലി റെഡിയാണ്. കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിട്ടില്ല, അല്ലെങ്കിൽ റെഡി ആയിട്ടില്ല, തീർന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. The relatively peaceful nature of the polls and the centering of socio-economic issues rather than religious identity bodes well for the next 4 phases voting in India's most populous state. ഏറ്റവും പോപ്പുലസ് ആയ ഉത്തർപ്രദേശിൽ ഈ പറയുന്ന പ്രൊഡിക്റ്റ് ചെയ്യപ്പെടുന്ന റിലീജിയസ് ഐഡന്റിറ്റി പ്രൊഡിക്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് നല്ല രീതിയിൽ പോകുമായിരിക്കും എന്ന രീതിയിൽ. ബോട്ട്സ് വെൽ ഫോർ ദ നെക്സ്റ്റ് 4 ഫേസ്. അടുത്ത 4 ഫേസസിലും പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തൽക്കാലത്തേക്ക് നന്നായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ എക്കണോമിക് ഇഷ്യൂസ് ഒക്കെ ഒരുപാടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കവിഞ്ഞ് റിലീജിയസ് ഐഡന്റിറ്റി ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഈ പ്രോബ്ലത്തിൽ കുറച്ചുകൂടെ റിലേറ്റീവ്ലി പീസ്ഫുള്ളാണ്. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടായിട്ട് പോലും ഇവിടെ വലിയ പ്രോബ്ലം ഇല്ലാതെ പൊക്കോണ്ടിരിപ്പുണ്ട് എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അനലിറ്റിക്കൽ. വേറെ ഒന്നുമില്ല ഇതിൽ. അനലിറ്റിക്കലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ഷൻ സിനോറിയോ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു എന്ന് കേട്ടോ. ഐ ഗസ് ദാറ്റ് ഇസ് ക്ലിയർ. ഇൻകംബന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ടെനുവർ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ബേർഡൻ എന്നൊക്കെയാണ് ഇൻകംബൻസി. അപ്പൊ ഇൻകംബന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഓഫീസ് ബെയർ ഇരിക്കുന്ന ആള്, ഓക്യുപ്പന്റ് എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇപ്പൊ റൂറൽ, അതെ റൂറൽ ഡെവലപ്മെന്റ്, അതാണ് കാര്യം. സത്യം. ജോഗ്രഫിക്കൽ റീജിയൻ നമ്മുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വലിയ ഏരിയ, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലാത്ത ഏരിയ ആണ് അല്ലേ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യനിലോട്ട് പോകാം. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ എല്ലാവരും. നമുക്ക് സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇടുക. ഓക്കെ. ടു ബി ഷുവർ, SEBI acknowledged that it was hamstrung by the NSE's dilatory approach in responding to its missives. എന്താണ്? പറയൂ. To be sure, SEBI acknowledged that it was hamstrung by the NSE's dilatory approach in responding to its missives. പറയൂ. ആൻസർ പറയൂ. ഞാൻ ഇന്നലെ ഡൈലേറ്ററിയുടെ മീനിങ് പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൈലേറ്ററിയുടെ അർത്ഥം എന്നാണെന്നറിയോ? ഡൈലേറ്ററി എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള അപ്രോച്ച്, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടുള്ള ടാഡി അപ്രോച്ച്. ലേറ്റ് അപ്രോച്ച് കേട്ടോ, അതാണ് ഡൈലേറ്ററി എന്നർത്ഥം. ഡിലേറ്ററി, ഇറ്റ്സ് നോട്ട് ഡൈലേറ്ററി, ഇറ്റ്സ് ഡിലേറ്ററി. ആൻസർ പോരട്ടെ. To be sure, SEBI acknowledge ചെയ്യുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സിംഗുലർ ആണ്, ഇതൊരു ഓർഗനൈസേഷൻ ആണ് അല്ലെ, ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ നമ്മൾ USA കൂടെ നമ്മൾ
സിംഗുലറിൽ ഉപയോഗിക്കുള്ളൂ. ബിക്കോസ് US എന്ന് പറയുന്ന ഒരു കൺട്രിയാണ്, സിംഗിൾ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിൻ്റെ കൂടെ സിംഗുലർ വേർബ് കൊടുക്കണ്ടേ? അക്നോളജസ് ദാറ്റ് ഇറ്റ് വാസ് ഹംസ്ട്രങ് ബൈ. അക്നോളജ് ചെയ്യുവാണ് ഇങ്ങനെ, ദാറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് വരാം, ദാറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ടെൻസിലോട്ട് പോട്ടോ കേട്ടോ. അപ്പോൾ ടു ബി ഷുവർ SEBI acknowledges that, acknowledge ചെയ്യുന്നു that it was hamstrung by the NSE dilatory approach in responding to its missive. അക്നോളജിഡും തെറ്റൊന്നുമില്ല, അക്നോളജ് ചെയ്തു എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, അക്നോളജസ് എന്ന് പറഞ്ഞാലും കറക്റ്റ്. ഇന്നലെ നൈറ്റ് ലൈവ് മിസ്സായാലും ഹരി, നോ പ്രോബ്ലം, റെക്കോർഡ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നലത്തെ നല്ല ആർട്ടിക്കിളാണ്, ആവശ്യമുള്ള ആർട്ടിക്കിളാണ്, അതൊന്ന് കണ്ടോണം കേട്ടോ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, യെസ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, യെസ് കിഷോർ, യെസ്. അപ്പൊ കറക്റ്റ് ആയല്ലോ. ടു ബി ഷുവർ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അക്നോളജസ് ദാറ്റ് ഇറ്റ് വാസ് ഹംസ്ട്രങ് ബൈ ദ NSE's dilatory approach in responding to its missives. Missives അറിയാലോ, മെസ്സേജസ് അല്ലേ, മെസ്സേജസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ്, നോട്ടിഫിക്കേഷൻസ് എന്നൊക്കെ അർത്ഥം. ഓക്കെ, മൂവിങ് ഓൺ ടു ടുഡേസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യ വാസ് ടു ഗുഡ് ഫോർ ദി വെസ്റ്റ് ഇൻഡീസ് in spite the change at the helm. India was too good for the West Indies in spite the change at the helm. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ. അറ്റ് ദ ഹെൽം നമ്മൾ നോക്കിയായിരുന്നു അല്ലെ, കപ്പിത്താൻ ലീഡർഷിപ്പിൽ. സോ നോക്കുക, ആൻസർ പറയാ, സ്ക്രീൻഷോട്ട് എടുത്തോ, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോണം കോമന്റ് സെക്ഷനിൽ. ഓക്കെ, അപ്പൊ ഞാനേ പറഞ്ഞില്ല, ടെസ്റ്റ് സീരീസിനൊക്കെ നമുക്ക് 22% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 399 ആണ് ഈ രണ്ട് ടെസ്റ്റ് സീരീസിനും. ടെസ്റ്റ് സീരീസ് ESIC പർച്ചേസ് ചെയ്തവർക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ ESICയുടെ MTSന്റെ ഇതിന്റെ രണ്ടിന്റെ കൂടെ കൂടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. MTSനാണ് സ്പെഷ്യലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 22 ടോട്ടൽ ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കേരള PSC 10th ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ പറയുന്ന ടെസ്റ്റ് സീരീസ് എടുത്ത് പഠിക്കാം. ടെസ്റ്റ് സീരീസ് ഓൺലൈൻ ടെസ്റ്റുകളാണ് കേട്ടോ, ടെസ്റ്റ് പാക്കേജ് ആണ്. 20 ടോട്ടൽ ടെസ്റ്റ് ഇതിലുണ്ട്. രണ്ടിനും 399 റുപ്പീസ് ആണ്. ഇപ്പൊ 22% ഡിസ്കൗണ്ട് ഉണ്ട്, ഫ്ലാറ്റ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട്. ഇത്രയും കൂടുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല. 20 ആയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അപ്പോൾ 22 ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പർച്ചേസ് നടത്താം, ആപ്പിലൂടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ. മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ കേറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കോംപ്രഹെൻസീവ് ഇ ബുക്ക് ഉണ്ട് നമ്മുടെ കേറ്ററ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും കേറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇ ബുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇ ബുക്ക് പർച്ചേസ് ചെയ്യാം. അതിൽ എല്ലാം ഉണ്ട്: ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗി, ഇംഗ്ലീഷ്, സയൻസ്, മാത്സ്, മലയാളം, സോഷ്യൽ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, EVS എല്ലാം ഉണ്ട് കേട്ടോ. കേറ്റ് 2022 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി കോംപ്രഹെൻസീവ് ഗൈഡും അവൈലബിൾ ആണ്. ഏറ്റവും ന്യൂ പാറ്റേണിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഉണ്ട് ഇതിൽ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളാം. ഇല്ല സോഫി, ഞാൻ എഴുതുന്നില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ റെക്കോർഡഡ് വീഡിയോ കാണുന്നവർക്കും താങ്ക് യു. അതുപോലെ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ് ആൻഡ് കീപ് വാച്ചിങ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നവരെ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ ആൻസർ ഉറപ്പായിട്ടും അറിയിക്കണം. ഓക്കെ, ആൻഡ് റെസ്പോൺസ് നിർബന്ധം കേട്ടോ, അത് വളരെ നിർബന്ധമാണ്. സോ ഇറ്റ്സ് മാൻഡറ്ററി കേട്ടോ. റെസ്പോൺസ് വേണം, നിങ്ങളുടെ ആൻസേഴ്സ് കോമന്റ് സെക്ഷനിൽ തരിക. ആൻഡ് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ, മറ്റുള്ളവരിലോട്ടൊക്കെ എത്തിക്കുക. കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ഇന്ത്യ മോക്ക് ടെസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, ക്ലിക്ക് ചെയ്യുക. ആപ്പിൽ അത് അവൈലബിൾ ആണ്. പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ. അപ്പോൾ നമ്മുടെ ADA 24/7 ആപ്പ് യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. ഒരുപാട് ക്വിസസ് മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുക ആൻഡ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ പോയിന്റ്സ് ഗ്രാബ് ചെയ്യുക. പിന്നെ നമുക്കൊരു കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് പൈസ കുറച്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഒന്ന് പരിഗണിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ. ഓക്കെ കിഷോർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി എവ്രിവൺ. സി യു. അപ്പോൾ നമുക്ക് നാളെ കാണാം രാവിലെ 9 മണിക്ക്. ബൈ, ടേക്ക് കെയർ.